നടത്തുന്ന പണ്ഡിതനും പ്രഗത്ഭവാഗ്മിയുമായ ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ പ്രഭാഷണങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10ഓളം വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ലേഖന സമാഹാരം ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന പുസ്തകം ബുക്ക് പ്ലസ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പുതിയ കാലത്തെ ഭൗതിക സംവാദങ്ങൾക്കും തിരുത്തലുകൾക്കും നവീന ദിശ തെളിയിക്കുന്ന ഈ പുസ്തകത്തിൽ മതം, യുക്തി, ശാസ്ത്രം, ധാർമ്മികത, ജെൻഡർ ന്യൂട്രാലിറ്റി, ലിംഗനീതി, ലിംഗസമത്വം, ഹിജാബ്, സ്വവർഗ വിവാഹം, കുടുംബ വ്യവസ്ഥ, അനന്തരാവകാശ നിയമത്തിലെ സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച ചർച്ചകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രസ്തുത പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും ചർച്ചയും നടക്കുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ പ്രൗഢമായ ഈ സദസ്സിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഖിറാഅത്തിന് വേണ്ടി അസാസ് വിദ്യാർത്ഥി ഹാഫിള് സ്വബാഹിനെ സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. صدق الله العظيم. السلام عليكم ورحمة الله تعالى وبركاته. സ്വാഗത ഭാഷണത്തിനായി വിദ്യാർത്ഥി സംഘടന അസാസ് സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രതിനിധി മുഹമ്മദ് അബൂബക്കർ ടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള ഗുരുനാഥന്മാർ, മറ്റു നേതാക്കന്മാരെ, മാതാപിതാക്കളെ, എൻ്റെ സ്നേഹനിധികളായിട്ടുള്ള വിദ്യാർത്ഥികളെ, വളരെയധികം ഹൃദ്യവും ധന്യവുമായിട്ടുള്ള ഒരു സംഗമത്തിലാണ് നാം ഏവരും സമ്മേളിച്ചിട്ടുള്ളത്. കേരളക്കരയിൽ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാതൃകകൾ കൊണ്ടുവന്ന് സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി തീർത്ത് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ച മാലിക്കുനിയാർ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാഡമി ഓഫ് ശരിയ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് MIC അസാസ് അതിൻ്റെ വിജയകരമായിട്ടുള്ള 10 വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. MIC അസാസ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും കേരളത്തിലെ മത, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ദീർഘകാലമായി സജീവ ഇടപെടൽ നടത്തുന്ന പണ്ഡിതനും പ്രഗത്ഭവാഗ്മിയുമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ഗുരുനാഥൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദിൻ്റെ പുസ്തക പ്രകാശന കർമ്മമാണ് ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത്. ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന പുസ്തകം യഥാർത്ഥത്തിൽ അസാസിലെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള അസാസ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ASFന്റെ ആഭിമുഖ്യത്തിൽ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10ഓളം വിഷയങ്ങളെ, ആ പ്രഭാഷണങ്ങളെ ഒരു ലേഖനങ്ങളാക്കി പരിവർത്തിച്ച് ആ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കീഴിൽ പ്രവർത്തിക്കുന്ന ബുക്ക് പ്ലസ് പബ്ലിക്കേഷന്റെ പ്രസിദ്ധീകരണത്തിൽ ഇവിടെ പ്രകാശിതമാകുന്നത്. ഈ പുതിയ കാലഘട്ടങ്ങളിൽ മതങ്ങൾക്ക് നേരെയും വിശ്വാസങ്ങൾക്ക് നേരെയും ഒക്കെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ, ചോദ്യങ്ങൾ, അവകൾക്കെല്ലാമുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും വളരെ സരളമായ രീതിയിൽ അതിൻ്റെയൊക്കെ തിരിച്ചറിയാനും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുക വഴി ഈ നവയുഗ കാലഘട്ടത്തിലെ ഭൗതിക സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒരു പുതിയ ദിശ തെളിയിക്കാൻ ഈ പുസ്തകത്തിന് സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുഹൂർത്തം എന്നത് അസാസിൽ വിദ്യാർത്ഥികൾക്കും അസാസിനും ASFനുമൊക്കെ എന്നും ആഹ്ലാദകരവും സന്തോഷം നിറയ്ക്കുന്നതുമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദൈർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ ഒരുപാട് അതിഥികൾ, മുഖ്യാതിഥികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് അതിഥികൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പരിമിത സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്നുള്ളത് കേരളത്തിലെ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രഗത്ഭ വാഗ്മികൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്നുള്ളത്. ആദ്യമായി കൊണ്ട് തന്നെ ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാനിരിക്കുന്ന മലയാളത്തിനും മലയാള നാടിനും ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത നമ്മുടെ എല്ലാം പ്രിയാദരവുകൾ നിറഞ്ഞ അനുഗ്രഹീത പ്രഭാഷകനും ചിന്തകനും എഴുത്തുകാരനുമായ പൊന്നാനി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി MP കൂടെയായിട്ടുള്ള MP ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് 1000 അഭിവാദ്യങ്ങളോടെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ രചയിതാവും MIC അസാസ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ഗുരു ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയെ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തൃശൂർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മുൻ MPയും നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള നമ്മുടെ എല്ലാം ആവേശവും ആരവുമായ ശ്രീ TN പ്രതാപൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മുൻ നിയമസഭാ സ്പീക്കറും കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന വ്യക്തിത്വവുമായ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ മാസ്റ്റർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വേദിയിൽ എത്തിച്ചേരും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മുൻ കേരള സാഹിത്യ അക്കാദമി ജനറൽ സെക്രട്ടറിയും ചിന്തകനും എഴുത്തുകാരനുമായ ബഹുമാനിയായിട്ടുള്ള ഡോക്ടർ PV കൃഷ്ണൻ നായർ സാറിനെ സ്നേഹാദരവുകളോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന ഇന്ത്യയാകമാനം പടർന്നു പന്തളിച്ച കേരളത്തിന്റെ അഭിമാനമായ കല്യാൺ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സ്ഥാപകനും MPയുമായ ശ്രീ TS പട്ടാഭിരാമൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിയിൽ ചേർന്ന അനേകം പുസ്തകങ്ങളുടെ രചയിതാവും അതുപോലെ തന്നെ കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ MP സുരേന്ദ്രൻ സാറിനെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി
ക്രിസ്ത്യൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ പ്രിയം നിറഞ്ഞ ഫാദർ പോൾ പുളിക്കൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം MSF തൃശൂർ ഡിസ്ട്രിക്ട് സെക്രട്ടറിയും ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതുമായ AV അബൂബക്കർ കാസിമി സാഹിബിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ബുക്ക് പ്ലസ് പ്രതിനിധി ഷമീർ ഹുദവി അണ്ടത്തോട്, അൽഷിഫ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കാസിം സാഹിബ്, ബെസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ ജലീൽ സാഹിബ്, തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടാഗ്നൻ, TV രാമചന്ദ്ര മോഹൻ, അങ്ങനെ വേദിയിലും സദസ്സിലുമുള്ള ഒട്ടനവധി നേതാക്കളെയും മുഴുവൻ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ ഉന്നതരെയുമെല്ലാം, അതോടൊപ്പം തന്നെ MICയുടെയും അസാസിൻ്റെയും കമ്മിറ്റി ഭാരവാഹികളെ, ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള അസാസിലെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, മറ്റു നാട്ടുകാർ, എൻ്റെ സ്നേഹനിധികളായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എല്ലാവരെയും ഒരൊറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്രിസ്ത്യൻ ഗവേഷണ പഠന കേന്ദ്രം ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ പോൾ പുളിക്കൻ ഈ പുസ്തക പ്രകാശന വേദിക്ക് ആശംസകൾ അറിയിക്കുന്നു. ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയ സുഹൃത്ത് ഉസ്താദ് ഓണംപുള്ളി ഫൈസി ഓണംപുള്ളി, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന ഗ്രന്ഥം ഞാനതിൽ കുറേയൊക്കെ വായിച്ചു നോക്കി. മനോഹരമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം ഇന്ന് ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ്, ചർച്ച ചെയ്യപ്പെടുകയാണ്. മതങ്ങൾ തമ്മിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കൂടിവരവ്, സമാഗമം ആവശ്യമാണ് എന്നത്തെക്കാളും ഇതിലാർക്കും ഒരു സംശയമില്ല. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകിച്ച് ഇസ്ലാം ക്രിസ്ത്യൻ ഡയലോഗ് അതിനൊത്തിരി പ്രാധാന്യം കൊടുത്ത വ്യക്തിത്വമാണ്. സഭയിലെ ഏറ്റവും നവീകരണം കൊണ്ടുവന്ന, പ്രത്യേകിച്ച് മതാന്തര ബന്ധങ്ങളിൽ ഏറ്റവും വലിയ നവീകരണം കൊണ്ടുവന്ന 1962 മുതൽ 65 വരെ നടന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, അതിൻ്റെ ചുവട് പിടിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യേബ് അദ്ദേഹവുമായി പങ്കുചേർന്ന് 2019 അബുദാബിയിൽ വെച്ച് മനോഹരമായൊരു ഡോക്യുമെൻ്റ് പുറത്തിറക്കുകയുണ്ടായി. ഒരുപക്ഷെ ദൈവശാസ്ത്ര വിഷയങ്ങൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് യോജിക്കാവുന്ന, നാം യോജിക്കേണ്ട മേഖലകൾ വളരെ വ്യക്തമായിട്ട് ഗ്രാൻഡ് ഇമാമും മാർപ്പാപ്പയും ഒരുമിച്ച് അതിൽ ആ ഡോക്യുമെൻറ്റിൽ പങ്കുവച്ചു. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ജിസ്റ്റ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരുക്കം ഇത്രമാത്രമാണ്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് വാക്കിംഗ് ആൻഡ് ഡൂയിങ് ടുഗെദർ എന്നാണ് പറയുന്നത്. വി ഹാവ് ടു വാക്ക് ടുഗെദർ. ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുക? ഇത് എല്ലാ മതസ്ഥർക്കും ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന കാര്യമാണ്. 12 കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. വാല്യൂസ് ഓഫ് പീസ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, റിലീജിയസ് അവയർനെസ് അമംഗ് യങ് പീപ്പിൾ. പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തൊരു കാര്യം, ഫ്രീഡം ഓഫ് റിലീജിയൻ ഇസ് എ റൈറ്റ്. എല്ലാവർക്കും നൽകപ്പെടേണ്ടതാണ് മതസ്വാതന്ത്ര്യം. മൂന്നാമത് ഈ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റിൽ ഒരു ചിന്ത,
ജസ്റ്റിസ് ബേസ്ഡ് ഓൺ മേഴ്സി. നാലാമത്തേത് ഗ്രാൻഡ് ഇമാമും മാർപ്പാപ്പയും ഒരുമിച്ച് ചേർന്നിറക്കിയ ഈ ലേഖനത്തിലെ അബുദാബി ഡോക്യുമെൻ്റ് എന്നറിയപ്പെടുന്ന ലേഖനത്തിലെ നാലാമത്തെ കാര്യം കൾച്ചർ ഓഫ് ടോളറൻസ്. പിന്നീട് പറയുന്ന കാര്യങ്ങൾ വളരെ അർത്ഥപൂർണമാണ്. ഇതുവരെയുള്ളതും അർത്ഥപൂർണം തന്നെ. പക്ഷെ നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് അതിൽ ഒരുമിച്ച് ചേരാൻ പറ്റും. അഞ്ചാമത് പറയുന്നത് ഷെയറിംഗ് ഓഫ് ഹ്യൂമൻ വാല്യൂസ്. എല്ലാ മേഖലകളിലും നമുക്ക് മനുഷ്യൻ്റെ ഉത്കർഷത്തിന് വേണ്ടി യോജിച്ച് നിൽക്കാൻ സാധിക്കും. ആറാമത് ഈ ഡോക്യുമെന്റിൽ പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ്. ആരാധനാലയങ്ങൾ പരസ്പരം സംരക്ഷിക്കുക. ഏഴാമത് പറയുന്നത് സ്റ്റോപ്പ് ടെററിസം. ഭീകരത നിർത്തുക. 8 സിറ്റിസൺഷിപ്പ്. പൗരത്വം ഇക്വാളിറ്റിയുടെ ബേസിസിൽ എല്ലാവർക്കും തുല്യമായ രീതിയിൽ സിറ്റിസൺഷിപ്പിനെ, പൗരത്വത്തിനെ പ്രത്യേകമായിട്ട് പരിഗണിക്കുക. 9 ഹ്യൂമൻ റൈറ്റ്സ്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. 10 വിമൻ റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശങ്ങൾ. 11 റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. 12 റൈറ്റ്സ് ഓഫ് ദി എൽഡർലി. ഇങ്ങനെ 12 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ അബുദാബി ഡോക്യുമെൻ്റ് ഏറ്റവും മനോഹരമായ ഡോക്യുമെൻ്റ് ഒരുപക്ഷെ നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള മേഖലകളിൽ മാനവികതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവശാസ്ത്ര വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് വിഭിന്ന അഭിപ്രായങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് ക്രൈസ്തവ ചിന്താഗതിയിൽ മനുഷ്യൻ പാപിയാണ്. പാപം അവൻ്റെ ഇനാഡക്വസ്, അവൻ്റെ അപര്യാപ്തത, ഇത് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു. ആ കുറവ് പരിഹരിക്കാനാണ് ദൈവം രക്ഷകനായിട്ട് അവതരിക്കുന്നത് എന്നാണ് ക്രൈസ്തവ സങ്കല്പം. ഒരുപക്ഷെ വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് മറ്റ് മതങ്ങളിലുള്ളത്. പക്ഷെ നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങളിൽ നമ്മൾ യോജിക്കുക. അത് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസാണ്. അങ്ങനെ യോജിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഇന്ന് മതമൗലിക വാദങ്ങൾ അല്ലെങ്കിൽ മതത്തെ മനസ്സിലാക്കാത്ത നിരീശ്വര പ്രസ്ഥാനങ്ങൾക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കാനും പോരാടാനും നമുക്ക് സാധിക്കുക. പ്രിയപ്പെട്ട ഉസ്താദിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. ബഹുസ്വരതയും മതങ്ങൾ തമ്മിലുള്ള സംവാദവും ഊട്ടി വളർത്തുന്ന മനോഹരമായ രചനകളും പ്രഭാഷണങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് ഫൈസിനുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രശസ്ത ചിന്തകൻ, പ്രഗത്ഭവാഗ്മി, എഴുത്തുകാരൻ, മികച്ച പാർലമെന്റേറിയൻ തുടങ്ങി നിരവധി വിശേഷണങ്ങൾ സമ്മേളിച്ച വ്യക്തിത്വം. മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായർ മലയാളത്തിന്റെ വശ്യവചസ് എന്ന് വിശേഷിപ്പിച്ച ഡോക്ടർ MP അബ്ദുസമദ് സമദാനി സാഹിബിനെ ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മത്തിനായി സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ബുക്ക് പ്ലസ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ജെൻഡർ യുക്തി ശാസ്ത്രം പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിന് വേണ്ടി വേദി സാക്ഷിയാകുന്നു. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി സാഹിബിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പുസ്തകം സദസ്സിന് അഭിമുഖമായി പിടിച്ചുകൊണ്ട് പ്രകാശന കർമ്മത്തിൽ പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വളരെ സുപ്രധാനമായ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ, അതും നമ്മുടെ എല്ലാവരുടെയും അഭിമാനവും സ്നേഹനിധിയുമായ ധിഷണാധനനായ പണ്ഡിതൻ, ഫലവത്തായ തൂലികയുടെ ഉടമ, കൃത്യമായ വീക്ഷണത്തിൻ്റെയും നിശിതമായ നിലപാടുകളുടെയും ഉടമസ്ഥനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമുക്കെല്ലാവർക്കും അഭിവന്ദ്യനും പ്രിയങ്കരനുമായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയുടെ ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്ന ഈ ചടങ്ങിൽ, ആ ലിസ്റ്റ് എവിടെ എന്നാ നിങ്ങൾ തരാത്ത? വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ആധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യ സുഹൃത്ത് എ വി അബൂബക്കർ കാസിമി സാഹിബ്, ആശംസകൾ നടത്താനിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രിയപ്പെട്ട ടി എൻ പ്രതാപൻ, സലാം ബാക്കവി വടക്കേക്കാട്, സാഹിത്യ അക്കാദമി ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം ഇരുന്ന സമയത്ത് അക്കാദമിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഞാൻ എപ്പോഴും സ്നേഹത്തോടെ മാത്രം കണ്ടിട്ടുള്ള ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ എന്നതോടൊപ്പം മലയാളികളുടെ സാമൂഹികമായിട്ടുള്ള സംരംഭങ്ങളിൽ നമ്മോടൊപ്പം നമ്മുടെ ഒരു ഉറ്റ തോഴനായി സഞ്ചാരിയായി കൂടെയുള്ള അഭിവന്ദനായ സുഹൃത്ത് ടി എസ് പട്ടാഭിരാമൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ്റെ ചിരകാല സുഹൃത്ത് പ്രിയപ്പെട്ട എം പി സുരേന്ദ്രൻ, ക്രിസ്ത്യൻ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അഭിവന്ദനായ ഫാദർ പോൾ പുളിക്കൽ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രിയ സ്നേഹിതൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പ്രിയങ്കരനായ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡൻറ്റ് പ്രിയ സുഹൃത്ത് സി എ റഷീദ് സാഹിബ്, ബുക്ക് പ്ലസിൻ്റെ പ്രതിനിധി ഷമീർ ഹുദവി, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് അബൂബക്കർ, ഖമറുദ്ദീൻ, കാസിം, നജീബ് IPS, പി കെ ജലീൽ, CH റഷീദ് സാഹിബ്, പ്രിയപ്പെട്ട സുഹൃത്ത് CH റഷീദ് സാഹിബ്, സദസ്സിലും ഞാൻ കാണുന്നതൊക്കെ വളരെ പ്രമുഖരാണ്. പലരും പല വേദികളിൽ നേതൃത്വം നൽകുന്നവരാണ്. പേര് പറഞ്ഞാൽ വിട്ടുപോകും. എനിക്ക് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളും കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും എൻ്റെ ആദരം, എൻ്റെ അഭിവാദനം, എൻ്റെ നമസ്കാരം, നമോവാകം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സ്നേഹാശംസകൾ. വളരെ അഭിമാനമുള്ള ഒരു സന്ദർഭമാണിത്. ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എഴുതുന്നു കനപ്പെട്ട ഒരു ഗ്രന്ഥം
എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. വളരെ കുറച്ച് സംസാരിച്ചാൽ തന്നെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ള ഈ വേദിയിൽ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് സംസാരം തുടങ്ങുന്നത്. ഇത്രയേറെ പ്രമുഖർ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കുന്നു. ആദ്യമായിട്ട് എനിക്ക് ഗ്രന്ഥകാരനെ പറ്റി 2 വാക്ക് പറയാനുണ്ട്. ഗ്രന്ഥകാരൻ്റെ സാന്നിധ്യത്തിൽ ഗ്രന്ഥകാരനെ പറ്റി പറയണം. അല്ലെങ്കിലും ഞാൻ വ്യക്തികളെ അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ നന്മകൾ എടുത്തു പറയുന്ന ഒരാളാണ്. അത് ഞാൻ പറയണത് എന്തിനാന്ന് വെച്ചാൽ, വെറുതെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സമൂഹത്തിൽ, ആരുടെയും നന്മ അവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല. ഇത് മലയാളിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇന്ന് നമ്മൾ ഒരാളുടെയും ഗുണം പറയൂല. ചിലരതിന് മതത്തിൻ്റെ കൂട്ടുപിടിക്കും, ചിലരതിനെ ചില മതരംഗത്തുള്ള ഒരു തിരുനബിയുടെ ഒരു തിരുവചനം പോലും കൂട്ടുപിടിക്കുന്നത് ഞാൻ ആവർത്തിച്ച് കേട്ട് എനിക്ക് വളരെ മനപ്രയാസം തോന്നിയിട്ടുണ്ട്. മുഖസ്തുതി പറയുന്നവൻ്റെ വായിൽ മണ്ണിടണം എന്ന തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഒരു തിരുവചനമുണ്ട്. ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്യണം. അത് മുഖസ്തുതിയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അത് പറഞ്ഞത് മുഖസ്തുതിയെക്കുറിച്ചാണ്, ഫ്ലാറ്ററി. മുഖസ്തുതി എന്ന് പറയുന്നതും മനുഷ്യരുടെ നന്മ പറയുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് സംസ്കാരം. ഞാനത് പറഞ്ഞു വെക്കുന്നത്, ഇവിടെ കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? അത് മുഖസ്തുതി ആവില്ലേ? ഇത് സ്ഥിരം കേൾക്കുന്ന ഒരാളാണ് നമ്മൾ. ഈ എത്ര വേദിയിൽ ഞാൻ 100 കണക്കിൽ 1000 കണക്കിൽ സദസ്സിൽ ഞാനിത് കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയില്ല, അദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ട് എന്ന് പറയണം. ഒരിക്കലേ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു കനപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ്. ഒരു 3 വാളിലുണ്ട്. എഴുതിയ ആളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കഷ്ടപ്പെട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ പ്രകാശനം നടക്കുകയാണ്. അപ്പോൾ പ്രകാശനം നടക്കുന്ന വേദിയിൽ ഈ എളിയവനാണത് പ്രകാശനം ചെയ്തത്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ആ ഗ്രന്ഥകാരൻ. അപ്പോൾ ആദ്യം പ്രസംഗിക്കാൻ വന്നൊരു പണ്ഡിതൻ പറഞ്ഞു, ഗ്രന്ഥകാരനെ പറ്റി ഞാനൊന്നും പറയൂല, അത് വസ്തുതയാവും. രാപ്പകൽ അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ഒരു പണ്ഡിതൻ്റെ അറിവിനെക്കുറിച്ച് അക്കാദമികമായിട്ട് പോലും പറയണം. അക്കാദമികമായൊരു ചർച്ചയ്ക്ക് പോലും സ്കോപ്പുണ്ട്, വൈജ്ഞാനികമായിട്ട്. അപ്പോൾ ഇതൊക്കെ എവിടുന്ന് വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും പരദൂഷണം പറയാൻ ഒരാളെ സമ്മതം ആവശ്യമില്ല. ഞാൻ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല തിരുനബി പറഞ്ഞ പോലെ. തിരുനബി പരദൂഷണത്തെ വിലക്കുന്ന കർശനമായിട്ടുള്ള വാക്കുകൾ. നീ മറ്റുള്ളവൻ ജീവിച്ചിരിക്കെ അവൻ്റെ ദേഹം, അവൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടിട്ട്, നിൻ്റെ സഹോദരൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം നീ കഷ്ണമാക്കി തിന്നാൻ ആഗ്രഹിക്കുന്നുവോ? അതുപോലെയാണ് പരദൂഷണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിലും ഹദീസിലുമൊക്കെ. അത് മുറക്ക് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ പറയണം, ഞാൻ ഗ്രന്ഥകാരനെ പ്രശംസിക്കും. ഗ്രന്ഥത്തെപ്പറ്റി പറയുമ്പോൾ അത് വേണ്ടി വരും. എൻ്റെ സുഹൃത്ത് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയോട് എനിക്ക് കടുത്ത സ്നേഹമാണ്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനോട് എനിക്ക് സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകനോട്, കുഞ്ഞു മകനോട് എനിക്കിഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എനിക്കദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനാണ്. ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽപ്പെട്ട, എൻ്റെ ആത്മമിത്രങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി. അദ്ദേഹം പുസ്തകം എഴുതുന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. ഇത്രയും ഗഹനമായ, ഇത്രയും സമകാലികമായ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയതിൽ ഞാൻ അദ്ദേഹത്തെ ഈ സദസ്സിൻ്റെ പേരിൽ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും ചെയ്യും. ഈ പുസ്തകത്തിലേക്ക് കടക്കാം. ഓണംപള്ളി മുഹമ്മദ് ഫൈസി പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, നല്ലൊരു ഭാഷയുടെ ഉടമസ്ഥനാണ്, നല്ല ശൈലീ വിശേഷത്തിൻ്റെ വക്താവാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന സംസ്കാരമാണ്. തൻ്റെ സമീപനങ്ങളിൽ, തൻ്റെ ഇടപെടലുകളിൽ, തൻ്റെ ഇടപാടുകളിൽ, തൻ്റെ വ്യവഹാരങ്ങളിൽ, തൻ്റെ നിലപാടുകളിൽ, തൻ്റെ വിമർശനങ്ങളിൽ, പ്രത്യേകിച്ച് മതരംഗത്ത്
വളരെ ശക്തമായി സംഘടനാ രംഗത്തൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്ന് രാഷ്ട്രീയ രംഗത്തേക്കാൾ കൂടുതൽ പരസ്പരമുള്ള വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ മതരംഗത്ത് എല്ലാ സമുദായങ്ങളുടെയും കാര്യത്തിൽ കൂടുതലാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മതം മനുഷ്യനെ സൗമ്യനാക്കാനുള്ളതാണ്. മതം മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ്. അച്ചടക്കത്തിലേക്കും സംസ്കാര സമ്പന്നതയിലേക്കും നയിക്കാനുള്ളതാണ്. എന്നിട്ടും ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ള വിമർശനത്തിൻ്റെ ഭാഷയെപ്പോലും തോൽപ്പിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളാണ് ചിലപ്പോഴൊക്കെ അത്തരം വേദികളിൽ നിന്ന് കേൾക്കാറുള്ളത്. അപ്പോഴും അവിടെയൊക്കെ തന്നെ ഒരു യുക്തിഭദ്രമായ, പരിപക്വമായ, സൗമ്യമായ നിലപാടുമായി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നുവെന്നുള്ളത് ഒരു പണ്ഡിതൻ എന്ന നിലയിൽ, ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ വിജയമായി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അറിവും കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഒട്ടേറെ അസാധാരണത്വങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അസാധാരണത്വം അദ്ദേഹം ഭാഷകളിൽ, വിശേഷിച്ചും സംസ്കൃത ഭാഷയിൽ നേടിയിട്ടുള്ള അവഗാഹമാണ്. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കൃത ബന്ധം അതെന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹഠാത് ആകർഷിച്ചിരുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കണം, ഇതൊക്കെ അറിവാണ്, ഇതെല്ലാം അറിവാണ്. ഭാഷകൾ പ്രതി ഞാനിന്ന് രാവിലെ തിരൂരിലൊരു ഹിന്ദി ഭാഷയുടെ പരിപാടിയിൽ പങ്കെടുത്ത് വരികയാണ്. ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞു, ഒരു ഭാഷയിലേക്ക് കടക്കുന്നത് ഒരു ലോകത്തേക്ക് കടക്കുകയാണ്. ഒരു ഭാഷ ഒരു വാതിലാണ്. ഓരോ ഭാഷക്കും ഓരോ വാതിലാണ്. വാതിൽ കടന്നാൽ ഓരോന്നും വ്യത്യസ്തമാണ്. ഇംഗ്ലീഷിലേക്ക് കടക്കുമ്പോഴുള്ള അനുഭവമല്ല സംസ്കൃതത്തിലേക്ക്, അതല്ല അറബിയിലേക്ക്, അതല്ല ഹിന്ദി, ഉറുദു, ഹിന്ദുസ്ഥാനിയിലേക്ക്, മലയാളത്തിലേക്ക് ഒക്കെ വെവ്വേറെ ലോകങ്ങളാണ്, സൗന്ദര്യ പ്രപഞ്ചങ്ങളാണ്. ഭാഷകളോട് ബന്ധപ്പെടാനും അതിനെ ബഹുമാനിക്കാനും സാധിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയം സ്വാഭാവികമായിട്ട് വിശാലമായിരിക്കും. അതുകൊണ്ടൊരു ഇസ്ലാമിക പണ്ഡിതൻ സംസ്കൃത ഭാഷയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, അതും ഗവേഷണ മനസ്സോടെ, അതിന് ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വാക്കുകൾ ചുരുക്കാൻ, ഇന്ത്യയെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും നല്ല ചരിത്ര പുസ്തകങ്ങളിലൊന്ന് അൽ ബറൂനിയുടെ കിതാബുൽ ഹിന്ദാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പുള്ള ഇന്ത്യ, അത് എഴുതിയതിന് ശേഷമുള്ള ഇന്ത്യ, വേണമെങ്കിൽ ചരിത്രത്തെ രണ്ടായി ഒരു പുസ്തകത്തെ കൊണ്ട് പകുക്കാൻ സാധിക്കുന്ന വിധം കിതാബുൽ ഹിന്ദ്, പുസ്തകം തന്നെ സൂചിപ്പിക്കുന്ന പോലെ, ദ ബുക്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പുസ്തകം. ഇതെന്നാ എഴുതണത്? ഇത് എഴുതണത് ഏകദേശം ഒരു 1300-200 കാലത്തോ മറ്റായിരിക്കണം. ഒന്നാമത്തെ സഹസ്രാബ്ദം കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറകെയാണ് ക്രൈസ്തവ വർഷത്തിൽ. ഏകദേശം 1000-600-700 കൊല്ലം മുമ്പായിരിക്കണം. അപ്പോൾ ഇദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത്. അറബിയിലാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിലൂടെയാണ് ഇന്ത്യൻ സംസ്കാരത്തെ മറ്റു പലരും, പ്രത്യേകിച്ച് അന്നത്തെ യൂറോപ്യന്മാർ മനസ്സിലാക്കുന്നത്. വേദങ്ങളെ, ഉപനിഷത്ത്, മഹാഭാരതം, ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ പോലും അതിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈ അറബി ഗ്രന്ഥത്തിൽ. അതിന് അൽ ബറൂനിയെ സജ്ജനാക്കിയത് അദ്ദേഹത്തിൻ്റെ സംസ്കൃത വിജ്ഞാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മഹത്തായ സാംസ്കാരിക വൈജ്ഞാനിക പാരമ്പര്യങ്ങളെ അനുധാവനം ചെയ്യാൻ നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് വളരെ അപൂർവം പണ്ഡിതന്മാർ തയ്യാറാകുന്നതിൽ ഉന്നത ശീർഷനാണ് നമ്മുടെ ഗ്രന്ഥകാരനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി. പുസ്തകത്തിൻ്റെ പേര് ജെൻഡർ യുക്തി ശാസ്ത്രം എന്നുള്ളതാണ്. വായിച്ചിട്ടില്ല, വായിക്കാതെ ഞാൻ ഇതിനെക്കുറിച്ച് അധിക പ്രസംഗം നടത്തുന്നില്ല. ഇപ്പോഴാണ് പുസ്തകം ലഭിക്കുന്നത്. പക്ഷേ ഈ ടൈറ്റിൽ, ഇതിലെന്തായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സ്വീകരിച്ചിട്ടുണ്ടാകുന്ന സമീപനം എന്നുള്ളതിനെക്കുറിച്ച് ഒരു 5-6 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നത്തെ കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന പദങ്ങളാണിതെല്ലാം. ജെൻഡർ, യുക്തി, ശാസ്ത്രം. ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് വൈരവിദ്വേഷങ്ങൾ ഉണ്ടാക്കാനാണ്. വല്ലാത്തൊരു കഷ്ടമാണ്. 21-ാം നൂറ്റാണ്ടിലെ എല്ലാ ചർച്ചകളും വിരോധം ഉണ്ടാക്കാനാണ്. ഇതൊന്നും വിരോധം ഉണ്ടാക്കേണ്ട കാര്യങ്ങളല്ല എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈജ്ഞാനികമായി, കുറച്ചുകൂടി സാംസ്കാരികമായി, കുറച്ച് അക്കാദമികമായി ഇതിനെയൊക്കെ സമീപിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അത് മാനവരാശിക്ക് ഗുണം ചെയ്യും. പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും.
പക്ഷേ ഇതൊക്കെ എന്തോ ഒരു ഏറ്റുമുട്ടാൻ വേണ്ടിയാണ് ചിലർ വരുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ആഗമനത്തോടെ. പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ അടിവരയിടുന്നു. ഒരു വിവരവും ഇല്ലാതെ, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പഠിക്കാതെ, ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നവരുടെ ആയുധങ്ങളാണ് ഈ മൂന്നെണ്ണവും. ഇപ്പം ശാസ്ത്രവും മതവും ഇത് തമ്മിൽ സംഘട്ടനം പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. രണ്ടും രണ്ട് മേഖലകളാണ്. ശാസ്ത്രത്തെ കൂടാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശാസ്ത്രം മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ സുഗമമാക്കാനുള്ളതാണ്, സൗകര്യപ്രദമാക്കാനുള്ളതാണ്, പ്രപഞ്ചത്തെ പഠിക്കാനുള്ളതാണ്, പ്രകൃതിയെ മനസ്സിലാക്കാനുള്ളതാണ്. അത് മാത്രം മതിയോ? ബോംബുണ്ടാക്കാൻ മാത്രം മതിയോ? ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശാസ്ത്രം മാത്രം മതിയോ? കണ്ടുപിടുത്തങ്ങൾ മാത്രം മതിയോ? ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളായിട്ട് ഉയർന്നു വരുന്ന കെട്ടിടങ്ങളും പുരോഗതിയും മാത്രമാണോ വികസനം? മനുഷ്യൻ്റെ അകത്തെ വ്യക്തിത്വമോ, മനുഷ്യൻ്റെ ആന്തരികതയോ, അവൻ്റെ സ്വത്വമോ? രൂപവും യാഥാർത്ഥ്യവും എന്ന് പറയാറുണ്ട്. അസ്സൂറത്തു വൽ ഹഖീഖ, രൂപവും യാഥാർത്ഥ്യവും. ഈ രൂപം വേറെയാണ്, യാഥാർത്ഥ്യം വേറെയാണ്. ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു, ആ മനുഷ്യൻ്റെ രൂപമാണ് നമ്മൾ കാണുന്നത്, യാഥാർത്ഥ്യം കാണുന്നില്ല. ആന്തരിക ജീവിതം നമ്മൾ പറയാറുണ്ട്, അകത്തുള്ള ജീവിതം, അകത്തുള്ള വ്യക്തിത്വം. ഈ അകത്തുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് എന്തെങ്കിലും പറയാൻ കഴിയോ? പക്ഷെ ശാസ്ത്രത്തിന് അപ്രമാദിത്വം നൽകിക്കൊണ്ട് ചിലർ ഇന്ന് രംഗത്ത് വരുന്നത് കാലാകാലങ്ങളായി മാനവരാശി നേടിയെടുത്തിട്ടുള്ള മൂല്യങ്ങളെ മുച്ചൂടും നിഷേധിക്കാനാണെന്ന് വരുമ്പോൾ ആ വാദഗതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ വാദഗതിയെ അംഗീകരിച്ചു കൊടുത്താൽ അതിലൂടെ ഉണ്ടായിത്തീരുന്നത് കടുത്ത നാശത്തിലേക്ക് കൂപ്പുകുത്തലായിരിക്കും. ഇപ്പം ഞാൻ വളരെ ചുരുക്കി പറയാണ്, കേരളത്തിലേക്ക് നോക്കുക. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ കുറവുണ്ടോ? പഴയ പോലെ കുറവില്ല. വിദ്യാഭ്യാസം എല്ലാവർക്കും ആയി എന്ന് പറയുന്നില്ല, എന്നാലും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. മാർക്കാണെന്ന് കുട്ടികൾക്കൊക്കെ വളരെ പ്രധാനം, മാർക്കിന് വലിയ കുറവൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ച അതിൻ്റെ ചോട്ട് അടിവരയിടുക. മകൻ നാട്ടിൽ വന്നു, ഒരു കത്തി വാങ്ങി, മൂർച്ചണ്ടോ എന്ന് പരിശോധിച്ചു, മാതാവിനെ കുത്തിക്കൊന്നിട്ട് അവനൊരു വാക്കും കൂടി പറഞ്ഞു, ഗർഭത്തിനും പ്രസവത്തിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഞാൻ അന്ന് ഖത്തറിലാണ്. നമ്മുടെ നടൻ സലീം കുമാറിൻ്റെ കൂടെ ഒരു സംഭാഷണം, അതായിരുന്നു ഞങ്ങളുടെ പരിപാടി, അതിൽ പങ്കെടുക്കാൻ പോയതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ആലോചിച്ചിട്ട് ഒറ്റയ്ക്കിരുന്നു. ഹോട്ടലിൽ കുറേ നേരം ഞാൻ ഒറ്റയ്ക്കിരുന്നു. അവസാനം ഈ വാക്ക് കേട്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഇതും കൂടി കേട്ടിട്ട് നീ മരിച്ചു പോകാവൂ. എൻ്റെ ഈ ദുഃഖം ശമിപ്പിക്കാൻ ശാസ്ത്രത്തെ കൊണ്ട് സാധിക്കുമോ? That is my basic question, my essential question to myself, to humanity, to my society. ഇതിന് ആർക്ക് ഉത്തരം നൽകാൻ സാധിക്കും? എൻ്റെ ദുഃഖം ആര് തീർത്തു തരും? ഞാൻ എൻ്റെ ദുഃഖത്തെ, എന്നെ പോലുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇവിടെ, ഒരുപാട് മാതാക്കളുണ്ട് ഇവിടെ. ഗർഭത്തിനും പ്രസവത്തിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അപ്പം ഞാൻ മുഹമ്മദ് നബിയിലേക്ക് പോകും ആശ്വാസത്തിന് വേണ്ടി. ഈ ലോകത്ത് എത്രയോ മനുഷ്യസ്നേഹികൾ പോകും. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ഇന്ന് തിരുനബിയോട് ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടമ പുലർത്തേണ്ടത്? തിരുദൂതരെ, നിൻ്റെ മാതാവിനോട്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ടി എൻ പ്രതാപൻ മുൻകൈയെടുത്ത് ഞാൻ എവിടെ ചെല്ലുമ്പോഴും ആളുകൾ അതിനെക്കുറിച്ചാണ് പറയാം. അമ്മ പ്രസംഗം. ഇപ്പോഴും ഞാൻ ഒരു സ്ഥലത്തൊരു പരിപാടി പങ്കെടുത്ത് വരുമ്പോൾ അവിടെയും സ്വാഗതം പറയുന്ന ആൾ അമ്മ പ്രസംഗത്തെ പറ്റിയാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് മലയാളികൾ കേട്ടതാണ്. അത് കേട്ട ആളുകളൊന്നും ടെലിഫോൺ വിളിച്ചിട്ട് പാതിരാത്രി എന്നോട് കരയുന്ന എത്രയോ ആളുകൾ എൻ്റെ അനുഭവത്തിലുണ്ടായി. എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ അമ്മ സൂക്കടായിട്ട് കിടക്കുകയാണ്, എൻ്റെ ഉമ്മാക്ക് ദ്വാരക്കണം. ചോദ്യകർത്താവ് പിന്നെയും ചോദിക്കുന്നു, തിരുനബി പറഞ്ഞു നിൻ്റെ മാതാവിനോട്. അടുത്ത ആളെക്കുറിച്ച് ചോദിക്കുന്നു, പിന്നെ ആരോട്? തിരുനബി ആവർത്തിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിൻ്റെ മാതാവിനോട്. പിന്നെ ആരോട്? അടുത്ത ആളാരാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്? നിൻ്റെ മാതാവിനോട്.
പിന്നെ ആരോട്? നാലാമതും ചോദ്യം ആവർത്തിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിൻ്റെ പിതാവിനോട്. അപ്പം ഞാൻ പറയാറുണ്ട്, മാനവരാശിയുടെ 3 റാങ്കും അടുക്കളയിലെ മെലിഞ്ഞ പെണ്ണ് കൊണ്ടുപോയി. അതെന്നെ പഠിപ്പിച്ചു തരാൻ മൈക്കിൾ ഫാരഡയെ കൊണ്ടോ ന്യൂട്ടനെ കൊണ്ടോ, ന്യൂട്ടൺ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഇവർ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഒരു ആന്തരിക ജീവിതം ഉണ്ടായിരുന്നു. ഇതൊന്നും വായിക്കാതെ പഠിക്കാതെ, ഫിലോസഫി പഠിക്കാതെ, ഇവിടുത്തെ ഈ കേരളത്തിലെ ഒരു ദൈവനിഷേധവാദത്തെ ശരിക്ക് യുക്തിവാദമെന്ന് പോലും വിളിക്കുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൽ യുക്തി അശേഷമില്ല, അതിലുള്ള അസഭ്യം മാത്രമാണ്. കോടാനുകോടി മനുഷ്യർ തലമുറകളായി ആദരിക്കുന്ന മതപുരുഷന്മാരെ, ആത്മീയ തേജസ്സുകളെ സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിക്കുക. അതിന് ചിലവൊന്നുമില്ലല്ലോ. ആക്ഷേപിക്കുക. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പറ്റി പറഞ്ഞാൽ ഡിഫമേഷന് കേസെടുക്കേണ്ടത് നൂറ്റാണ്ടുകളായിട്ട് മാനവരാശി ആദരിക്കുന്ന മഹത്തുക്കളെക്കുറിച്ച് പറയാം. അപ്പോൾ അതൊക്കെയാണ് ഈ കാലം. ഇതൊക്കെ ആയിരിക്കണം എൻ്റെ സ്നേഹിതൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയെ ഇത്തരമൊരു പുസ്തകരചനയ്ക്ക് പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം യുക്തി എന്ന് പറയുന്നത് മതത്തിന് പുറത്തല്ല, അകത്തുമല്ല. മനുഷ്യൻ്റെ അകത്ത് യുക്തിബോധം വേണം. യുക്തി തന്നെയാണല്ല. ഇതൊരു ഹാളാണ്, ഇങ്ങോട്ട് കടന്നു വരുന്നപ്പോൾ പടവുണ്ട്, ഇത് ചവിട്ടിയിട്ട് വേണം കയറാൻ എന്നൊക്കെ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ യുക്തിയാണ്. ഖുർആനിൽ എത്രയോ സ്ഥലത്താണ് നീ യുക്തിപൂർവം പ്രവർത്തിക്കുക. ദൈവം യുക്തിമാനാണ്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ ഖുർആനിലുണ്ട്. ബുദ്ധി, അഖൽ, അതുതന്നെയാണ് അറബിയിൽ യുക്തിക്കും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മതത്തോടുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല. പിന്നെ ആരെങ്കിലും യുക്തിയെയും ശാസ്ത്രത്തെയും മതത്തിൻ്റെ പേരിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അല്പത്വമാണ്. മതം യുക്തിവിരുദ്ധമായിട്ട് മനുഷ്യനെ അതിപ്പോൾ എന്തിനും ദുരുപയോഗപ്പെടുത്തുന്നൊരു കാലമാണ്. അത്തരം ദുരുപയോഗങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജെൻഡർ ഇതുപോലെ തന്നെയാണ്. സ്ത്രീയും പുരുഷനും അവരൊരുപോലെ മാനിക്കപ്പെടണം, അവർക്കിടയിൽ സമത്വമുണ്ടാകണം, അവരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടണം, ഒക്കെ വേണം. പക്ഷേ അത് ലൈംഗിക അരാജകത്വത്തിനുള്ള ഉപാധിയാക്കുമ്പോൾ അവിടെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂസ് അത് കടന്നു വരികയാണ്. ലൈംഗിക അരാജകത്വത്തിലേക്കുള്ള വാതിൽ തുറക്കണം. അടുത്ത കാലത്ത് കേരളത്തിലെ ചില ചർച്ചകൾ ഇങ്ങനെ കൊണ്ടുപോയി ജെൻഡർ അതിലൊരാൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അതിലിടപെട്ട് സംസാരിച്ച ഒരാൾ, ഞാൻ പറയാം, കണ്ണും ചിമ്മിയിട്ട് പറയാം. എന്താ കണ്ണും ചിമ്മി പറയണത്? നാണുണ്ടായതുകൊണ്ടാണ്. മാതാപിതാക്കൾ, മലയാളികൾ വീടിനകത്ത് മക്കളുടെ മുമ്പിലെങ്കിലും നഗ്നരാകാൻ ശീലിക്കണം. ഇതിങ്ങനെ പൊതിഞ്ഞു കെട്ടി കൊണ്ടെടുക്കുന്നതാണ് ഈ ജെൻഡർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മക്കളുടെ മുമ്പിലെങ്കിലും നഗ്നരാകണം, വസ്ത്രം ധരിക്കരുത് വീടിനകത്ത്. കേരളത്തിലെ പുതിയ ബുദ്ധിജീവി ഭാഷ്യങ്ങളാണ്. ഇതാർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ആർക്ക് ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റും? അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കണം. അത് നല്ല ഡിബേറ്റുകളാകണം. അത് സൗഹൃദത്തിലേക്ക് നയിക്കണം, അറിവ് സ്നേഹത്തിലേക്ക് നയിക്കണം, പരസ്പരം ബഹുമാനിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിനെ പറ്റി പറഞ്ഞ് ഞാൻ ഈ കേരളത്തിലൂടെ നടന്നു പോകുമ്പോൾ, ഞാൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ നാടിൻ്റെ അടുത്തൂടെ കാലടി വഴിക്ക് പോവുകയാണെങ്കിൽ, അവിടെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തൂടെ കടന്നു പോവുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക്, ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ചുമരുമ്മൽ എഴുതി വെച്ചൊരു ശ്ലോകം ഉണ്ടായിരുന്നു ഹോസ്റ്റലിലെ മുറിയിൽ. നൈരുച്യം ധനുശോഷണം മലമയീ ശയ്യാച്ച സാമ്പൽസരി. എന്നെ ഗർഭം ചുമന്ന കാലത്ത് അമ്മേ, അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ല അമ്മേ? വേണ്ടത്ര ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് അമ്മ മെലിഞ്ഞു പോയിരുന്നില്ല അമ്മേ? എൻ്റെ മലമൂത്രത്ത് കിടന്നിട്ടല്ലേ അമ്മ എന്നെ വളർത്തിയത്? ഇതിനൊക്കെ എന്ത് പകരം നൽകാൻ അമ്മേ? ഇതെൻ്റെ ഹോസ്റ്റലിലെ ചുമരിൻ്റെ വാതിലിൻ്റെ മുകളിൽ എഴുതി വെച്ച ആളായിരുന്നു ഞാൻ. ഫറൂഖ് കോളേജിലെ ALM ഹോസ്റ്റലിലെ റൂം നമ്പർ 32. എൻ്റെ ഉമ്മ മരിക്കുന്നത് ഞാൻ BA പഠിക്കുമ്പോഴാണ്. ഇതൊക്കെ എന്നെ നിർമ്മിക്കുന്നതാണ്, നമ്മുടെ സമൂഹത്തെ നിർമ്മിക്കുന്നതാണ്. അതിൻ്റെ പേരാണ് വാല്യൂസ്. പിതാവ് ഒരു വാല്യൂ ആണ്, ഒരു മൂല്യമാണ്. അച്ഛൻ, അമ്മ, ഓമന മക്കൾ, അയൽക്കാരൻ, കുട്ടികൾ, സമൂഹം, നാം ആദരിക്കുന്ന ചില മര്യാദകൾ,
ചില ഭാവങ്ങൾ, ചില മൂല്യങ്ങൾ, പരസ്പര സ്നേഹം, മൈത്രി, ആരും ആരുടെ മേലും കൈവക്കാനുള്ളതല്ല, യുദ്ധമില്ലാത്ത, ആരുടെയും മേക്കെട്ട് കയറാത്ത ഈ പുരോഗമനമൊക്കെ പറഞ്ഞ് നടക്കുന്നത് ആംബുലൻസിൽ ബോംബിടലാണ്. ഭക്ഷണത്തിന് വേണ്ടി പാത്രം നീട്ടുന്ന ഓമന മക്കളുടെ മുകളിൽ ബോംബിടുകയാണ്. ഇതൊക്കെ തള്ളിപ്പറയുന്നവരുടെ ലോകം അതാണ്. ഒരു മൂല്യങ്ങളും വേണ്ട എന്ന് പറയുന്നവർ അതിൻ്റെ കുഴലൂത്തുകാരാണ്. വിനാശത്തിൻ്റെ കുഴലൂത്തുകാരും മരണത്തിൻ്റെ വ്യാപാരികളുമാണ്. കെട്ടിപ്പടുക്കേണ്ടത് ജീവിതമാണ്, നിലനിർത്തേണ്ടതും ജീവിതമാണ്. അതിന് മാനുഷികത വേണം, മനുഷ്യത്വം വേണം, അതിന് ശാസ്ത്രം വേണം, മനുഷ്യനൊരാത്മീയ ഭാവം വേണം. മനുഷ്യരാത്മീയ ജീവി കൂടിയാണ്. 2 വാക്കും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ അടുത്ത കാലത്ത് ലോക്സഭയിൽ ഒരു പ്രസംഗത്തിൽ ജപ്പാൻ്റെ പറ്റി സംസാരിച്ചിരുന്നു. ജപ്പാൻ ലോകത്തിലെ 3ാമത്തെ സമ്പദ്ഘടനയാണ്, ദ 3rd ലാർജസ്റ്റ് എക്കോണമി. അവിടുത്തെ 2 കാര്യം. ഒന്ന്, ഞായറാഴ്ചകളിൽ സിനിമാ നടിമാരെ അവിടുത്തെ ജനങ്ങൾ വാടകയ്ക്കെടുക്കും. സിനിമാ നടിമാരെ വാടകയ്ക്കെടുക്കുക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ആർക്കെങ്കിലും വേണ്ടാത്തത് തോന്നും. ഒരു വേണ്ടാത്തതും തോന്നണ്ട, ഒരു നല്ല കാര്യത്തിനാണ്. വൃദ്ധരായ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ഒരു മകനും വരില്ല, ഒരു മകളും വരില്ല. ഇപ്പം ഞായറാഴ്ചകളിൽ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം ഒരു നിശ്ചിത ഫീസ് കൊടുത്താൽ നടിമാർ വീട്ടിൽ വന്നിട്ട് ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചു പോകും. 3rd ലാർജസ്റ്റ് എക്കോണമി എപ്പോഴും മനസ്സിലുണ്ടാവണം. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടന. കാശുണ്ട്, പണമുണ്ട്, മനുഷ്യത്വമില്ല, സ്നേഹമില്ല. ശരി. 2ാമത്തത്, ജപ്പാനിലൊരു വാക്കുണ്ട്, കോദോകുഷി. കോദോകുഷി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകളിലൊക്കെ ആളുകൾ മരിച്ചടക്കുന്നത് കാണും. മിക്ക നേരം വെളുക്കുന്ന സമയത്തും സന്ധ്യകളിലും അനാഥ പ്രേതങ്ങൾ എന്നാണ് പണ്ട് മലയാളത്തിൽ പറയാം. അനാഥ പ്രേതമെന്നും പറയും. അനാഥ മൃതദേഹങ്ങളെന്നേ ഞാൻ പറയുന്നുള്ളൂ. അനാഥ മൃതദേഹങ്ങളെ കാണും. ആരും ഉണ്ടാവില്ല നോക്കാൻ, മരിച്ചു കിടക്കും. പണം മതിയോ, സമ്പത്ത് മതിയോ, മനുഷ്യൻ നിലനിൽക്കണോ, മാനവരാശി നിലനിൽക്കണമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടി വരും. അത് നൽകുമ്പോൾ മൂല്യങ്ങളുടെ പ്രസക്തി അംഗീകരിക്കേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹുമാന്യരായ പലരും ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവരൊക്കെ സംസാരിക്കാനുള്ളതാണ്. കൂടുതൽ ഓണം വെള്ളി മുഹമ്മദ് ഫൈസി എഴുതിക്കൊണ്ടേയിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട്, എഴുതിക്കൊണ്ടേയിരിക്കട്ടെ. ഇതുപോലുള്ള ഗഹനമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും മലയാളി സമൂഹത്തിന് ഏറ്റെടുക്കാനും വായിക്കാനും സാധിക്കട്ടെ. പുസ്തകത്തിനെല്ലാ ആശംസകളും നേരുന്നു. പുസ്തകം എഴുതിയ ഗ്രന്ഥകാരനും പ്രസിദ്ധീകരിച്ച ബുക്ക് പ്ലസിനും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇത്രയും പ്രകാശമാനമായ ഒരു പുസ്തക പ്രകാശനവും പ്രശോഭിതമായ ഒരു ചർച്ചയും നടത്തിയ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. വേദിയിൽ ഉപഹാര സമർപ്പണം നടക്കുന്നു. വിശിഷ്ട അതിഥി MP അബ്ദുസമദ് സമദാനി സാഹിബിന് വിദ്യാർത്ഥി സംഘടന അസാസ് സ്റ്റുഡൻസ് ഫെഡറേഷൻ നൽകുന്ന സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി അസാസ് പ്രിൻസിപ്പൽ ഓണംപള്ളി ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിനായി അബ്ദുസമദ് സമദാനി സാഹിബിനെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഇവിടെ പ്രകാശിതമായ പുസ്തകത്തിന്റെ വിഷയക്രമീകരണം, രചന തുടങ്ങി എല്ലാ മേഖലകളിലും വിദ്യാർത്ഥി യൂണിയനോടൊപ്പം 1 വർഷത്തോളം പ്രയത്നിക്കുകയും എഴുത്തുകാരനുമായ അസാസ് അധ്യാപകനായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹക്ക് ഉദവിക്ക് സ്നേഹോപഹാരം കൈമാറുന്നു. നൽകുന്നതിനായി കല്യാൺ സിൽക്സ് MD PS പട്ടാഭിരാമൻ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി അബ്ദുൽ ഹക്ക് ഉദവി ഉസ്താദിനെയും സാദരം ക്ഷണിക്കുന്നു.
ഓതേഴ്സ് ടോക്കിന് വേണ്ടി അസാസ് പ്രിൻസിപ്പൽ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ അഭിനന്ദനായ അധ്യക്ഷൻ AV അബൂബക്കർ കാസ്മി, ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനും ആദരണീയനുമായ മലയാളത്തിൻ്റെ വശ്യവചസ് എന്ന് മലയാളത്തിൻ്റെ മഹാനായ കഥാകാരൻ MT വിശേഷിപ്പിച്ച അഭിനന്ദനായ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹധന്യനായ TN പ്രതാപൻ മുൻ MP, ബഹുമാന്യനായ നമ്മുടെയൊക്കെ ആദരണീയനും ബഹുമാന്യനുമായിട്ടുള്ള ഡോക്ടർ PV കൃഷ്ണൻ നായർ, സ്നേഹനിധിയായ TS പട്ടാഭിരാമൻ, സ്നേഹധന്യനായ MP സുരേന്ദ്രൻ സാർ, ബഹുമാന്യനായ ഫാദർ പുളിക്കലച്ചൻ, അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ, ബഹുമാന്യനായ എൻ്റെ സഹോദര തുല്യനായ സ്നേഹിതൻ CA റഷീദ് സാഹിബ്, ബഹുമാന്യരായ ഷമീർ ഹുദവി അണ്ടത്തോട് തുടങ്ങി വേദിയിൽ അഭിനന്ദരായ നേതാക്കൾ, എൻ്റെ സ്നേഹിതൻ ഡോക്ടർ സുബൈർ ഹുദവി, അതുപോലെ തന്നെ എൻ്റെ സ്നേഹിതൻ ബഷീർ സാഹിബ്, ബഹുമാന്യനായ CH, അഭിനന്ദരായ നേതാക്കൾ, സ്നേഹനിധികളായ സഹോദരന്മാർ, ഇവിടെ ഒരു മനോഹരമായ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രസംഗിക്കുന്നത് അത്രമേൽ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എത്രയോ കാലങ്ങളായുള്ള വലിയൊരു ബന്ധം ഞാനും സമദാനി സാഹിബും തമ്മിലുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെയും സമദാനിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഓടി നടന്നൊരു കാലമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു പരിചയം പുതുക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആ ഉമ്മ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം സമദാനിയുടെ കാസറ്റ് വാങ്ങാൻ വേണ്ടി ഓടി വരുന്ന കുട്ടിയായിരുന്നില്ലേ എന്നാണ്. സമദാനിയുടെ കാസറ്റ് കിട്ടാൻ വേണ്ടി ഓടിച്ചെന്ന് അത് വാങ്ങിയിട്ട് ആ പ്രസംഗം ഒന്ന് കേൾക്കാൻ വല്ലാതെ ആഗ്രഹിച്ച ഒരു കൊച്ചുകുട്ടിക്കാലം എൻ്റെ മുമ്പിലുണ്ട്. അവിടുന്ന് പിന്നെ ജാമിയ നൂരിയ അറബിയയിൽ പഠിക്കുന്ന കാലത്ത് നീണ്ട രാത്രികൾ അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അന്ന് സമദാനി സാഹിബിന് 38 വയസ്സാണ്. അങ്ങനെ പറയാൻ കാരണം അന്ന് ആ വർത്തമാനത്തിനിടയ്ക്കെപ്പോഴോ എനിക്ക് നുബുവത്തിന് ഇനി 2 വയസ്സും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അന്നത്തെ 38 വയസ്സുകാരനുമായിരുന്നു സംസാരിച്ചത്. അന്ന് അദ്വൈതവാദത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുകയും ഞാൻ അങ്ങനെ ഒരു പുസ്തകം അതുവഴി എഴുതുകയും ചെയ്തു. എൻ്റെ പുസ്തകത്തിൻ്റെ അന്നത്തെ ഒരു ഉള്ളടക്കത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ആളുകൾ, ഒന്ന് അബ്ദുസ്സമദ് സമദാനിയും അതോടൊപ്പം തന്നെ മുട്ടാൻശ്ശേരി കോയക്കുട്ടി മുസ്ലിയാരുമായിരുന്നു. അദ്ദേഹം എന്നോട് അദ്വൈതത്തെക്കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചു: ഇസ്ലാം 2 ഇല്ല എന്ന് പറയുമ്പോൾ അദ്വൈതം 2 അല്ല എന്ന് പറഞ്ഞു എന്ന് തുടങ്ങിയിട്ടാണ് ഞാനത് മാത്രം ചിന്തിച്ചിട്ട് അത് സംബന്ധമായി ഒരു പുസ്തകം എഴുതാൻ എനിക്ക് സാധിച്ചു എന്നതാണ്. കാരണം അത്രമേൽ ഗഹനമായിരുന്നു ആ വാക്കുകൾ. അതുപോലെ തന്നെയാണ് സമദാനിയുമായുള്ള അന്നു മുതലുള്ള ബന്ധം. പിന്നീടത് വർദ്ധിച്ചു. അൽഹംദുലില്ലാ, വലിയ അഭിമാനത്തോടെ കേരളത്തിലെ വളരെ പ്രഗത്ഭനായ, ഇന്ത്യ കണ്ട വളരെ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ കുൽദീപ് നയ്യാർ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് പോയാൽ മതി പാർലമെൻറ്റിൽ നിന്ന് പറഞ്ഞൊരു കാലമുണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള അങ്ങനെ ഇന്ത്യ കണ്ട പത്രപ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളും സമദാനിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്ന കാലം ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. ഒരു ധനുർധരനെ പോലെ തുടരുകയാണ്. വലിയൊരു ധനുസ്സായി സമൂഹത്തിൻ്റെ മുമ്പിൽ സംസ്കാരത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, നന്മയുടെ വലിയ വാക്കിനായി വലിയൊരു വില്ല് കുലച്ചൊരാൾ നിൽക്കുകയാണ്. ഞാൻ ആ
വലിയ മനുഷ്യൻ്റെ പ്രസംഗത്തിൻ്റെ ശേഷമുള്ള പ്രസംഗമെന്ന നിലയിൽ എന്നെ പറഞ്ഞതിന് തിരിച്ചു പറയാനല്ല, പക്ഷേ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇവിടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമായി എനിക്ക് തോന്നിയില്ല. കുറേ കാലത്തെ പ്രഭാഷണങ്ങളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത് പ്രിയപ്പെട്ട അബ്ദുൽ ഹക്ക് ഹുദവി നിരന്തരം ശല്യം ചെയ്തു തുടങ്ങിയപ്പോൾ അങ്ങനെ തയ്യാറായി വന്നതാണ് ആ പുസ്തകം. ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പുസ്തകങ്ങൾ എഴുതിയാലോ എന്നിങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. കാരണം നന്നായി അത്തരം കാര്യങ്ങളിൽ പുസ്തകങ്ങൾ എഴുതൽ വഴി സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അത് മാറും. പ്രഭാഷണങ്ങളെക്കാളും പുസ്തകങ്ങൾ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. ആ അർത്ഥത്തിൽ പുസ്തകങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. ഇവിടെ ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഇവിടെ സമദാനി സാഹിബ് സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ശാസ്ത്രത്തെയും മതത്തെയും നമുക്ക് സംഘട്ടനത്തിന് വിടാനല്ല, മറിച്ച് അവ തമ്മിലുണ്ടായിത്തീരേണ്ട യോജിപ്പുകളെ, അവ തമ്മിലുണ്ടാകേണ്ട പാരസ്പര്യത്തെ കൂടുതൽ ഊന്നിപ്പറയുകയും അതേസമയം രണ്ടു പക്ഷത്തു നിന്നും പലപ്പോഴും ഉണ്ടാകുന്ന വാഗ്വാദങ്ങൾ വിഡ്ഢിത്തമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗത്തെയും എൻ്റെ ഈ പുസ്തകത്തെയും ഞാൻ നേരിട്ടത് എന്ന് പറയാൻ കാരണം, പലപ്പോഴും ശാസ്ത്രം എന്ന് പറയുന്നതിനെ വലിയ അർത്ഥത്തിൽ വലിയ വായിൽ പറയുന്ന ആളുകളുണ്ട്. ശാസ്ത്രമാണ് അവസാനത്തെ വാക്ക്, ശാസ്ത്രമാണ് ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം. അതിന് സാധാരണ പറയാറുള്ളത് സയൻറ്റിസം എന്ന് തന്നെയാണ്. സയൻറ്റിസം എന്നൊരു മതത്തെ ചിലർ പറഞ്ഞു തരുന്നു. അങ്ങനെ അത് മനുഷ്യൻ്റെ എല്ലാത്തരം ചോദ്യങ്ങളുടെയും ഉത്തരമായി മാറുന്നു എന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകും. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. മനുഷ്യൻ്റെ ചോദനയുടെയും അന്വേഷണത്തെയും ലോകത്ത് മതത്തിനും ശാസ്ത്രത്തിനും വലിയ സ്ഥാനമുണ്ട്, മതത്തിനുമുണ്ട്. മതവും പലപ്പോഴും ചോദ്യം ചോദിച്ചതാണ്. ന ഇതീന ഇതി എന്ന ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ന ഇതീന ഇതി, നേതി 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 എന്നാണ്. എവിടെയാണ് ആ മഹാസത്യം എന്ന ചോദ്യം ചോദിക്കപ്പെടുമ്പോഴാണ് ആ മഹാസത്യത്തെ തിരഞ്ഞുള്ള യാത്രയുടെ ദാർശനികമായ അന്വേഷണങ്ങളുടെ ലോകം തുറക്കുമ്പോൾ ഇന്ത്യയുടെ ഔപനിഷദമായ സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് നേതി. അതല്ല, ഇതല്ല, അതും ഇതുമല്ലാത്തൊരു മഹാസത്യത്തിലേക്ക് നിനക്ക് ഇനിയും യാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഇന്ത്യ എത്രമേൽ ദാർശനികമായിട്ടുള്ള അന്വേഷണങ്ങളുടെ ലോകം തുറന്നിട്ടുണ്ട്. അത് ശാസ്ത്രമാണ്, ദർശനമൊരു ശാസ്ത്രമാണ്. അന്വേഷണങ്ങളുടെ അവസാനം എന്ന് കുറിക്കാൻ പറ്റാനേ കഴിയാത്ത വിധം മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആധുനിക ലോകത്തെ വളരെ പ്രഗത്ഭനായ ഒരു ശാസ്ത്രകാരനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങ് എല്ലാ ഉത്തരവും കണ്ടെത്തിയോ എന്നുള്ള ചോദ്യം. ആ ചോദ്യം ചോദിച്ചയാൾ പ്രഗത്ഭനായ ഒരു സയൻസ് ജേർണലിസ്റ്റാണ്. ആ പുസ്തകവും ഇങ്ങനെ തന്നെയാണ്, ദ എൻഡ് ഓഫ് സയൻസ് എന്നാണ്. ദ എൻഡ് ഓഫ് സയൻസ്. പ്രഗത്ഭനായ ജോൺ മോർഗൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത് പെൻറോസ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു ഫിസിസ്റ്റിനോടാണ്, ഒരു ഭൗതിക ശാസ്ത്രകാരൻ എന്ന് മാത്രമല്ല, അദ്ദേഹം സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങിനോടൊപ്പമാണ് നോബൽ പ്രൈസ് ലഭ്യമായ അത് പങ്കിട്ടെടുത്ത പ്രഗത്ഭനായ ശാസ്ത്രകാരനാണ്. അദ്ദേഹം പറഞ്ഞു, അവർ പ്രസൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിയാലിറ്റി ഈസ് ഇൻകംപ്ലീറ്റ്. നമ്മൾ ഇതുവരെ കണ്ടെത്തി എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യങ്ങളുടെ ലോകം ഇനിയും അപൂർണ്ണമാണ്, ലോജിക്കലി ഫ്ലോഡ്. അത് യുക്തിഭദ്രമെന്ന് പറയാൻ പറ്റില്ല, വെൽ മിസ്റ്റീരിയസ്. ഇനിയും ഈ പ്രപഞ്ചത്തിൻ്റെ ഗൂഢമായ രഹസ്യങ്ങളുടെ ചെപ്പ് തുറക്കാൻ വേണ്ടി പോയാൽ അതിനിയും നമ്മെ വിസ്മയിപ്പിക്കുന്ന വിധം രഹസ്യങ്ങളുടെ ഒരു വലിയ ചെപ്പാണ് എന്ന് പറയുന്നത് ലോകം കണ്ട വളരെ പ്രശസ്തനായ ശാസ്ത്രകാരനാണ്. അദ്ദേഹം മതവിശ്വാസിയായിട്ടല്ല, പലപ്പോഴും മതവിശ്വാസികളല്ല മതവിശ്വാസത്തിൻ്റെ നന്മയെക്കുറിച്ച് പറഞ്ഞത് എന്നതുപോലും ഒരു രസകരമായ സംഭവമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ വാട്ട് ഈസ് റിലീജിയൻ എന്ന് പറഞ്ഞൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. എന്താണ് മതം എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: മതം എന്നാൽ ആന്തരികമായ വ്യക്തിത്വത്തിൻ്റെ ശോഭയെ കൂട്ടാനും നന്മയെന്ന് പറയാൻ സാധ്യമാകുന്ന ഒരു വഴിയിലേക്ക് മനുഷ്യ വ്യക്തിത്വത്തെ ഉയർത്താനും സാധ്യമാകുന്നിടത്താണ് മതം. അതാണ് മതം. മുഹമ്മദ് മുസ്തഫയുടെ മതം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട്. എന്താണ് മതം എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞു, ഉത്കൃഷ്ട സ്വഭാവമാണ് മതം. ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചയാളോട് പിന്നെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, നിനക്കെന്താ മനസ്സിലായില്ല? എങ്കിൽ ഞാൻ പറയാം, മതം എന്നാൽ അല്ലാ തഗ്ലബ
നിനക്ക് കോപം വരാതിരിക്കുന്നിടത്താണ് മതം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം ഇതൊരു ശാസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയും സംഘട്ടനമല്ല. മതം ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഇങ്ങനെ പറയാനാകും, അന്വേഷണങ്ങൾക്ക് പോലും തുടക്കമിട്ടതും അതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞു തുടങ്ങി. ഈ പ്രപഞ്ചത്തെ വായിക്കാതെ നിനക്ക് പടച്ചവനെ അറിയില്ല എന്ന് പറഞ്ഞെടുത്താണ് മതം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇവിടെ സമദാനി സാഹിബ് ഉമ്മയെ പറയായിരുന്നു, മാതാവിനെ പറയായിരുന്നു. മാതൃപഞ്ചകം എന്ന ശങ്കരാചാര്യരുടെ അതിമനോഹരമായ 5 ശ്ലോകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ് നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരി. അതിന് മുമ്പുണ്ട് ആസ്താം താവതീയം ദുർവാര ശൂലവ്യഥ. ഈ വലിയ അർത്ഥത്തിലുള്ള വേദന സഹിച്ചിട്ട് ആസ്താം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ, പ്രസൂതിയുടെ നേരത്ത്, പ്രസവത്തിൻ്റെ നേരത്ത് അമ്മ സഹിച്ച വേദനയുടെ കണക്ക് പറയാനാവും. ഗർഭഭാരം സഹിച്ചിരുന്ന, അത് ധരിച്ചിരുന്ന കാലത്തിൻ്റെ 9 മാസക്കാലത്തിന് തിരിച്ചു തരാൻ ഈ മകൻ എന്താണ് കയ്യിലുള്ളത് എന്ന ചോദ്യം ശങ്കരൻ ചോദിക്കുന്നു. ശങ്കരാചാര്യരുടെ ആ ചോദ്യത്തെ കൂടുതൽ കൂടുതൽ പ്രസിദ്ധമാക്കിയ വാക്കുകളാണ് സമദാനി സാഹിബ് നേരത്തെ പറഞ്ഞു വച്ചത്. നൈരുച്യം തനു ശോഷണം മലമയീ ശയ്യാജ സംവത്സരി. അമ്മേ, പ്രസവിക്കുന്നതിന് മുമ്പ് എന്നെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് അമ്മയ്ക്കുണ്ടായിരുന്ന ശരീരശോഷണം, രുചിയില്ലായ്മ എല്ലാം ഞാൻ പറയുന്നത് ആ മാതാവിൽ നിന്ന് തുടങ്ങി വച്ചതാണ് ഖുർആന്റെ അന്വേഷണത്തിൻ്റെ ലോകം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മാതൃഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നു, അല്ല ഒരട്ടയായിരുന്നു നീ എന്ന് പറയുകയാണ് അള്ളാഹു ചെയ്തത്. ആ അട്ടയിൽ നിന്നാണ് അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ അട്ട എന്ന് തന്നെയാണ് ശരിക്കർത്ഥം, അട്ടകൾ. അലഖത്ത് എന്നാണ് അതിൻ്റെ ഏകവചനം. ശരിക്കും അട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാനാകും, മാതാവിൻ്റെ ഗർഭഭിത്തിയിൽ ഇങ്ങനെ അള്ളിപ്പിരിച്ച് തുടങ്ങുമ്പോൾ മാതൃശരീരത്തിൻ്റെ സവിശേഷ സ്വഭാവം അനുസരിച്ച് അത് തള്ളിക്കളയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകണം. അതതിൻ്റെ സ്വാഭാവിക പ്രതിരോധ രീതിയാണ്. അതിനെയും അതിജയിച്ചിട്ടാണ് പിന്നീട് ഉമ്മയുടെ ശരീരം പോലെ നമ്മളൊക്കെ വളർന്നു വന്നത്. ആ ഉമ്മയെ തിരിച്ചറിയാത്ത ഒരു വിദ്യാഭ്യാസവും ഒരു അന്വേഷണമല്ലെന്ന് പഠിപ്പിക്കുന്നിടത്താണ് ഖുർആൻ. അതുവഴി രണ്ടിനെയും ചേർത്തിട്ടിങ്ങനെ പോവുകയാണ്. എന്താ രണ്ടും? ഒന്ന് അന്വേഷണത്തിൻ്റെ ശാസ്ത്രലോകം. അന്വേഷണത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നതിന് നമ്മൾ കാണുന്നത് എന്താ? പിന്നീട് ലോകത്ത് 100 കൊല്ലം കഴിയുമ്പോൾ ലോകത്ത് സ്ഥാപിതമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് അൽ ഖുർത്തുബ, കെർഡോവ. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സുബൈർ ഹുദവി ഇരിക്കുന്നുണ്ട്. ബീഹാറിൽ ഒരു കെർഡോവ സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. കെർഡോവ, ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ? ഇന്ത്യയുടെ അഭ്യന്തനായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാലിനെ പോലെ ഇന്ത്യയുടെ ആത്മാവ് കണ്ട ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഉൾപ്പുളങ്ങൾ മനസ്സിലാക്കിയ മറ്റൊരാളില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ തന്നെ പറഞ്ഞു, യൂറോപ്പ് വളരെ പിന്നിലായിരുന്നു. യൂറോപ്പ് വാസ് ബാക്ക്വേർഡ് ഇൻ ലേണിംഗ് ആർട്സ്, സയൻസ് ആൻഡ് ഓൾ എമ്യൂണിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പിന്നിലായി നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു യൂറോപ്പ്. പക്ഷെ ആരാ അവിടെ അവരെ വൈജ്ഞാനികമായി ഉയർത്തിയത്? അതിനിങ്ങനെയാണ് പറഞ്ഞു വെച്ചത്, ദ അറബ് സ്പെയിൻ, എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കെർഡോവ കെപ്റ്റ് ദ ലാമ്പ് ഓഫ് ലേണിംഗ് എന്നാണ്. ഈ കാണുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രപിതാക്കളായി അറബികളെ സ്ഥാപിച്ചെടുത്തിട്ടാണ് നെഹ്റു സംസാരിക്കുന്നത്. കെപ്റ്റ് ദ ലാമ്പ് ഓഫ് ലേണിംഗ്. വിജ്ഞാനത്തിൻ്റെ ഒരു മഹാദീപശിഖയുമായി യൂറോപ്പിൻ്റെ ഇരുണ്ടാർന്ന അത്തരം ഘനാന്ധകാരത്തിലൂടെ നടന്നുപോയവർ അറബികളായിരുന്നു. അത് കെർഡോവയിൽ നിന്നാണ് തുടങ്ങി വെച്ചത് എന്നാണ് പണ്ഡിറ്റ്ജി. ഞാൻ പറയാൻ കാരണം ശാസ്ത്രത്തെയും മതത്തെയും സംഘട്ടനത്തിന് വിടുകയല്ല ചെയ്തത്, മറിച്ച് മതത്തെ മനുഷ്യനെ ആത്മീയമായി പരിഷ്കരിക്കുകയും നിരന്തരമായി പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമെന്നതിൽ നിലനിർത്തുകയും അതേസമയം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അന്വേഷണങ്ങളുടെ മറ്റൊരു ലോകം,
മനുഷ്യൻ്റെ സൗകര്യങ്ങളെ വികസിപ്പിക്കുന്നിടത്തെല്ലാം വളർന്നു വന്ന ശാസ്ത്രം. പക്ഷേ അതേ ശാസ്ത്രം തന്നെ ബോംബിടുന്നു. ഇതേ പണ്ഡിറ്റ് ജവഹർലാൽ തന്നെ പറയുന്നു, വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ഓൾ ദിസ്? ഇങ്ങനെ പോയാൽ സകല നാഗരികതയുടെയും സകല സംസ്കൃതിയുടെയും നാശം തന്നെ ഉണ്ടാകുമാറ്, മനുഷ്യനാശത്തിന് തന്നെ പ്രേരകമാകുമാറ് ഈ ശാസ്ത്രം വളരില്ലേ അല്ലെങ്കിൽ തളരില്ലേ എന്ന ചോദ്യം പണ്ഡിറ്റ് ജവഹർലാൽ ചോദിക്കുന്നു. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ചിലപ്പോഴൊക്കെ മതം ചില അതിർവരമ്പുകൾ നിശ്ചയിക്കാറുണ്ട്. എന്തിനാണ് ഈ അതിർവരമ്പുകൾ? അതിർവരമ്പുകൾ അച്ചടക്കമാണെന്നാണ് എൻ്റെ വിചാരം. ഞാനൊരു തമാശയൊക്കെ പലപ്പോഴും പറയാറുണ്ട്. വേദവ്യാസൻ ഒരിക്കൽ ഒരു കവിത ചൊല്ലി. വ്യാസൻ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. വലിയ വിദ്വത് സദസ്സിലാണ് വ്യാസൻ നിൽക്കുന്നത്. അദ്ദേഹം പറയാണ്, ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിധ്വംസമപി കർഷതി എന്നാണ് തുടങ്ങിയത്. വലിയ അർത്ഥത്തിൽ വൈകാരികമായ ഒരു സമ്മർദ്ദം, എത്ര പ്രഗത്ഭരായ പണ്ഡിതനെ പോലും അത് കീഴ്പ്പെടുത്തിയേക്കാം എന്നാണ് ആ കവിതയുടെ തുടക്കം. അപ്പോൾ ഒരു മഹാനായ സന്യാസി, ഒരു ബ്രഹ്മചാരി, അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള സന്യാസിമാരെ ആക്ഷേപിക്കുന്നതാണ് ഈ കവിത, അതുകൊണ്ട് അങ്ങിത വേണ്ട നോക്കണം. അപ്പോൾ വ്യാസൻ അത് കീറിക്കളഞ്ഞു. വ്യാസൻ അടങ്ങിയിരുന്നില്ല. വ്യാസൻ ഒരു സ്ത്രീ വേഷം ധരിച്ചു. ബ്രഹ്മചാരിയായ സന്യാസിയുടെ കാനലത്തിലെ പർണശാലയിലേക്ക് ചെന്നു. കാട്ടിലെ പർണശാലയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിന്നത്തെ രാത്രി ഇവിടെ കിടക്കണം. അപ്പോൾ സന്യാസി പറഞ്ഞു, ഞങ്ങൾ ജിതേന്ദ്രിയന്മാരാണ്, എല്ലാ തരത്തിലും എല്ലാ ആഗ്രഹങ്ങളെയും ജയിച്ചവരാണ്. ഒരു സ്ത്രീയെ അങ്ങനെ ഞങ്ങളുടെ സമീപത്ത് കിടത്തുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സാധ്യമാകാത്തതുകൊണ്ട് നിങ്ങൾ ഈ കാട്ടിൽ മറ്റെവിടേക്കെങ്കിലും പൊക്കോളാൻ ആവശ്യപ്പെട്ടു. തിരിച്ചു ചോദിച്ചു ആ സ്ത്രീ, അങ്ങ് ജിതേന്ദ്രിയനാണ്, ബ്രഹ്മചാരിയാണ്, ഒരു സ്ത്രീയുടെ സാമീപ്യം ഒരിക്കലും അങ്ങയുടെ മനസ്സിളക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ കാട്ടിൽ മറ്റെവിടേക്കെങ്കിലും പോയാൽ ഒരുപക്ഷേ പ്രാകൃതരായ മനുഷ്യരോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ എന്നെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും സാധ്യത കൂടുതലാണ്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അവസാനം പറഞ്ഞു, ഇവിടെ കിടന്നോളെ. അവിടെ കിടന്നു. രാത്രിയായി, കാറ്റടിച്ചു, മഴ വന്നു. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിളകി. സന്യാസി പതുക്കെ ചെന്ന് അടുത്തിരുന്ന് കാലിലൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങിയപ്പോൾ വ്യാസൻ തൻ്റെ വേഷം മാറ്റിയിട്ട് പറഞ്ഞു, നേരത്തെ പറഞ്ഞത് ഇതാണ്, ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിധ്വംസമപി കർഷതി 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 കർഷത്യേവ എന്നുകൂടി വ്യാസൻ പറഞ്ഞു. അതായത് ഇത് ഇങ്ങനെയൊക്കെ ചില പ്രത്യേക ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ സംഭവിക്കാവുന്നതാണെന്നും അതിന് ചില അതിരുകൾ ആവശ്യമാണെന്നും പറയുന്നിടത്താണ് നമ്മുടെ ഇന്നലകളുടെ എല്ലാ മനോഹരമായ ദർശനങ്ങളും നിൽക്കുന്നത് എന്ന് സാരം. ഇതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ പറഞ്ഞു, അതിര് വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിര് വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സാമാന്യമായി പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ എന്നതിന് സ്ത്രീ ആരുടെയെങ്കിലും അടിമയായി നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്ന പുരുഷാധിപത്യമോ ഒന്നുമല്ല. മറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, ജെൻഡർ ജസ്റ്റിസ് എന്നാണ്. ലിംഗനിരപേക്ഷത എന്നതിനപ്പുറം ലിംഗനീതിയാണ് നടപ്പിലാക്കപ്പെടേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്നു. അതുകൊണ്ട് കുടുംബം നേരെയാവണം, സമൂഹം നേരെയാവണം, ആ ധാർമ്മികത നിലനിൽക്കണം. ആ ധാർമ്മികതയെ ഒരിക്കലും തള്ളിപ്പറയാത്ത വിധം ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെന്ന് വന്നാൽ യുക്തിഭദ്രമായ ശാസ്ത്രം ഒരിക്കലും ഒന്നിനെയും തള്ളിപ്പറയാതെ മനുഷ്യകുലത്തിൻ്റെ നന്മയുടെ, മനുഷ്യകുലത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഏറ്റവും വലിയ ബലമായി നിൽക്കുന്നിടത്താണ് ഇവ രണ്ടും പാരസ്പര്യത്തോടെ മുന്നോട്ട് പോകുന്നത് എന്ന് സ്ഥാപിക്കാനും കൂടിയാണ് ഞാൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ കൂടുതൽ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഒട്ടേറെ പ്രമുഖരായ നേതാക്കൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവരെല്ലാം കേൾക്കാൻ സമയം നിങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഉണർത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഈ ഈ പ്രകാശനത്തിന് വേണ്ടി ഇവിടെ എത്തിയ അഭ്യന്തനായ ഞാൻ എന്ത് വിശേഷണം കൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു വലിയ സൗഹൃദബന്ധത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആ കടപ്പാടുകളെ എങ്ങനെ പറഞ്ഞു തീർക്കണമെന്നും അറിയില്ല. അഭ്യന്തനായ അബ്ദുസ്സമദ് സമദാനി സാഹിബിന് എല്ലാവിധത്തിലുള്ള ഹൃദയാഭിവാദ്യങ്ങളും നേർന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പട്ടാഭി സ്വാമിജി, സ്വാമികൾ എന്ന് പറയാം, പക്ഷേ മറ്റൊരർത്ഥത്തിലല്ല, പക്ഷെ ഞങ്ങൾക്ക് വലിയ സ്വാമികൾ തന്നെയാണ്. അഭ്യന്തനായ പട്ടാഭി സ്വാമികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നു, കേൾക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു. അതുപോലെയാണ് അഭ്യന്തനായ മാഷ് ഇവിടെ ഇരിക്കുന്നു.
ഞാനിത് പറഞ്ഞപ്പോഴേക്കും മാഷ് ഓടി വരാൻ വേണ്ടി തയ്യാറായി. സുരേന്ദ്രേട്ടൻ, ഇങ്ങനെ എല്ലാവരെയും ഇവിടെ ഇതാ ബഹുമാന്യനായ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ, വളരെ പ്രഗത്ഭനായ അഭിഭാഷകൻ, എല്ലാവരെയും ഞാൻ പ്രത്യേകം, ഡോക്ടർ കാസിം, എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഇവിടെ കൂടിയ നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജെൻഡർ യുക്തി ശാസ്ത്രം എൻകൗണ്ടറിൽ ലഭ്യമാണ്. പ്രിയ വായനക്കാർ ബന്ധപ്പെടുക. മുൻ MP ബഹുമാനപ്പെട്ട TN പ്രതാപൻ ഈ പുസ്തക പ്രകാശന വേദിക്ക് ആശംസകൾ അറിയിക്കുന്നു. സാറിനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന ഈ പുസ്തകം അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുടെ നിന്നുമുള്ള ഏതാനും വരികളാണ്. ഒരുപക്ഷെ 10,000-ൽ പരം ലക്ഷത്തോളം പ്രഭാഷണങ്ങൾ നടത്തിയ 10,000-ൽ പരം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി. 19ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രഭാഷണം ആരംഭിച്ച ആളാണ്. ഭാഷയ്ക്ക് മതിലുകളില്ല, ഭാഷയ്ക്ക് അതിരുകളില്ല. അറിവ് നേടുന്നതിന് ഏതെങ്കിലും പ്രത്യേകമായ അളവുകോലില്ല എന്ന് തെളിയിച്ച ആൾ കൂടിയാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇനി സന്ദർഭത്തിൽ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ ആദ്യം സ്കൂളിൽ ചേരുമ്പോൾ എവിടെ ചേരണം എന്നുള്ള ചോദ്യത്തിന് സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി സംസ്കൃതം പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ പോകണമെന്ന് പറയുകയുണ്ടായി. ഒരു കാര്യം ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. അധസ്ഥിതൻ സംസ്കൃതം കേൾക്കാൻ പാടില്ല എന്ന് ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും സംസ്കൃതം അധസ്ഥിതൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞ ആളുകളുള്ള കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്നുള്ള യാത്രയിലാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ഈ പുസ്തക രചയിതാവ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മദ്രസ പഠനത്തിന് പോകുന്നതിന് ശേഷം സ്കൂൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പാഠശാലയിൽ ചേർന്നപ്പോൾ സംസ്കൃതം പഠിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നീട് ആദിശങ്കരൻ്റെ പേരിലുള്ള ശ്രീശങ്കര സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ MA സംസ്കൃതത്തിൽ MA എടുക്കുകയും ഒരുപക്ഷെ മഹാഭാരതവും രാമായണവും അതിലെ സംസ്കൃത ശ്ലോകങ്ങളും അദ്വൈത വേദാന്തത്തിൻ്റെ പൂർണ്ണതകളും അതിൻ്റെ അലകും പിടിയും സംസ്കൃതത്തിൽ ഇതുപോലെ പറയാൻ ഒരുപക്ഷെ സംസ്കൃത പണ്ഡിതന്മാർ മറ്റു പലർക്കും കഴിയുമോ എന്ന് നമുക്ക് സംശയമാണ്. അത്രമാത്രമാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ സംസ്കൃത പഠനത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള അറിവ്. അദ്ദേഹത്തിന് ആദ്യത്തെ പുസ്തകം 1991 വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന് ആദ്യത്തെ പുസ്തകം. 1999 വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ആദ്യത്തെ പുസ്തകം. അത് ഇന്ത്യൻ സാമൂഹ്യാവസ്ഥയെ, ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആദിശങ്കരൻ്റെ ജീവിതം മുതൽ ഇങ്ങോട്ട് അദ്വൈത വേദത്തിൻ്റെ അലകും പിടിയുമെടുത്ത് അതിൻ്റെ അർത്ഥശാസ്ത്രങ്ങളെ തിരഞ്ഞുപോയി അതിൽ നിന്നും മുഴുവൻ ശുദ്ധി മുഴുവൻ സാംശീകരിച്ചെടുത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ചെറിയ ഭൂപടത്തിലെ ചെറിയ ഒരു അടയാളപ്പെടുത്തലിന് ചില അതിലുള്ള നന്മകൾ ഏതൊക്കെയാണ്, ആ നന്മകൾ ഏത്, ആ നന്മകളെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതായിരുന്നു ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ 1999 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം. ആ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ കാലത്ത് ആ പുസ്തകം കുറേ കൂടിയും വായനയ്ക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും ഇന്ത്യൻ വേദ സംസ്കൃതിയുടെയും യഥാർത്ഥ സത്തയെ വളച്ചൊടിക്കപ്പെടുന്ന രീതിയിൽ ഇന്ത്യയുടെ ബഹുസ്വരതയായ എല്ലാ സംസ്കാര സമ്പന്നതയെയും എടുത്തു മാറ്റപ്പെടുന്ന രീതിയിൽ സംഘപരിവാറുകളുടെ ഒരു അതിപ്രസരം വന്ന ഈ കാലത്ത് 99 ഓണംപള്ളിയുടെ മുഹമ്മദ് ഫൈസിയുടെ ആ പുസ്തകത്തിൽ എന്താണ് ഇന്ത്യ, ഇന്ത്യ എവിടെയാണ് നിൽക്കേണ്ടത്, എവിടെ നിന്നാണ് ഇന്ത്യ പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് ഇന്ത്യ തുടങ്ങേണ്ടത്, ഇന്ത്യയുടെ പാരമ്പര്യമെന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ പുസ്തകം കുറേയും കൂടിയും യുക്തിഭദ്രമാണ്. ജെൻഡർ, യുക്തി, ശാസ്ത്രം
ഈ പുസ്തകം ഇന്നാണ് ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ പുസ്തകത്തിൽ ഏടുകൾ മറിച്ച് നോക്കുമ്പോൾ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ നിരവധി പ്രഭാഷണങ്ങൾ കേട്ട 10,000-ൽ പരം പ്രഭാഷണങ്ങളിൽ പല പ്രഭാഷണങ്ങളും കേട്ടവരാണ് നമ്മളെല്ലാവരും. നമ്മൾ പലരും അദ്ദേഹത്തെ കൊണ്ടുപോയി പ്രഭാഷണത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ധരിക്കും ഒരു മതപണ്ഡിതൻ, ഒരു മതവിദ്യാഭ്യാസ ബോധനം നടത്തുന്ന ഒരാൾ, ഒരു പക്ഷേ ആ മതവിദ്യാഭ്യാസ ബോധനത്തിന് വേണ്ടിയുള്ള മാധ്യമം എന്ത്? അറബിയാകാം, അല്ലെങ്കിൽ ഇസ്ലാമിക പഠനവുമാകാം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും കിതാബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അർത്ഥതലങ്ങളാകാം. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ അതെല്ലാം പഠിച്ച് അതെല്ലാം ഹൃദയസ്ഥമാക്കി അത് പങ്കുവെക്കപ്പെടുന്നിടയിൽ ഒരു മതബോധന ബോധനം നടത്തുന്ന ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ, ഒരു വഴികാട്ടി, ഒരു ഉസ്താദ് അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിരീക്ഷിക്കുന്നു. പ്രപഞ്ചത്തിനകത്തെ സകല ചരാചരങ്ങളെയും നിരീക്ഷിക്കുന്നു. പ്രപഞ്ചത്തിനകത്ത് കാണുന്ന പല വ്യാഖ്യാനിക്കപ്പെടാൻ മനസ്സുകൾ അന്വേഷിച്ചു പോകുന്ന പലതിൻ്റെയും അകക്കണ്ണുകൾ തേടിപ്പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം സംസ്കൃതത്തിൽ പണ്ഡിതൻ മാത്രമല്ല, പഠിച്ച സംസ്കൃത പാണ്ഡിത്യം എങ്ങനെ മറ്റുള്ളവരുമായി പങ്കുവെക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി. അദ്ദേഹം നന്നായി ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തും, ഹിന്ദിയിൽ പ്രഭാഷണം നടത്തും, മലയാളത്തിൽ നടത്തും, ഉറുദുവിൽ നടത്തും. ഹിന്ദി, മലയാളം, ഉറുദു, ഇംഗ്ലീഷ്, സംസ്കൃതം, അറബി 6 ഭാഷകളിൽ ഒരേ സമയത്ത് പ്രഭാഷണം നടത്താനും എഴുതാനും പറയാനും കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഈ അറിവിൻ്റെ സാഗരമുണ്ടല്ലോ, ഈ സാഗരത്തിൽ ഏറെ നമുക്ക് മുങ്ങിത്തപ്പാൻ ഇനിയും കഴിയട്ടെ. ഓണംപള്ളി മുഹമ്മദ് ഫൈസിയോടൊരു അഭ്യർത്ഥന, അങ്ങയുടെ 2ാമത്തെ പുസ്തകമാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. 10,000-ൽ പരം പ്രഭാഷണം അങ്ങ് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അറിയാം അങ്ങൊരു മതബോധന വിജ്ഞാന ജീനിയസ് ആണെന്നറിയാം. ഒപ്പം സർവമത വിജ്ഞാനത്തിൻ്റെ രേഖ കൂടിയാണ്, അടയാളം കൂടിയാണ് അങ്ങ്. പറഞ്ഞതിൽ ഇനിയും പറയാനുള്ളതിലും ഒരുപാടുണ്ട്. എഴുത്തിനി നിർത്തരുത്. ഇപ്പോൾ അങ്ങയുടെ സ്നേഹിതൻ്റെ പ്രേരണയിൽ അദ്ദേഹം എടുത്ത് ചിട്ടപ്പെടുത്തിയതാണ്. അല്ല, 10,000 പ്രഭാഷണം ഈ പ്രായത്തിൽ നടത്താൻ പറ്റാന്ന് പറഞ്ഞാൽ സുകുമാർ അഴീക്കോടിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്, ഒരു അബ്ദുൽ സമദ് സമദാനിയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടേക്കുന്ന കൃഷ്ണമാഷൊക്കെ തൊട്ട് ചാരം ചേർന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. ഇനി എഴുത്ത് തുടരണം. നടത്തിയ പ്രഭാഷണങ്ങളുടെ കേസറ്റ് അങ്ങനെ പ്രഭാഷണം കേട്ടത് കൊണ്ടാണ്. അങ്ങ് കേവലം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് ആളുകൾ വൈകാരികമായി വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾ മാത്രമല്ല. മതം തെറ്റല്ല, മതം ശരിയാണ്, നന്മയാണ് മതം, ശരിയാണ് മതം. ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് സ്വാമി. ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പോണ ആളാണ്. എല്ലാ മാസവും പൂരം നക്ഷത്രനാൾ ഗുരുവായൂരമ്പലത്തിൽ പോണ ആളാണ്. ഒരു മടിയില്ല. എൻ്റെ മതത്തെ പോലെ തന്നെ അന്യമതങ്ങളിലെ ശരി അന്വേഷിച്ച് പോകുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാനത് ഇസ്ലാം മതത്തെയും അന്വേഷിച്ച് പോകും, ക്രൈസ്തവ മതത്തെയും അന്വേഷിച്ച് പോകും. ഓണംപള്ളി ഫൈസി, അങ്ങ് പഠിച്ച വിശ്വാസവും പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങ് തിരിച്ചറിഞ്ഞ കുറേ അത്ഭുതകരമായ അറിവിൻ്റെ സാഗരമുണ്ട്. ആ സാഗരത്തിൽ രത്നമുണ്ട്. അല്ലാമ ഇക്ബാലിൻ്റെ കവിതയിൽ പറയുന്ന പോലെ രത്നമുണ്ട്, വൈരമുണ്ട്, വൈദൂര്യമുണ്ട്, എല്ലാം നിറഞ്ഞതാണ് അങ്ങയുടെ ഈ സാഗരം. അതിലെ രത്നങ്ങളൊക്കെ ഇനിയും കുറേ ഉണ്ട്. ആ രത്നങ്ങളൊക്കെ ഇനി ഉപയോഗപ്പെടുത്തണം, അത് പ്രസിദ്ധീകരിക്കണം. അത് ഇനി ഈ വർഷം 2025 അങ്ങയുടെ ഒരു പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലേക്ക് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രസാധകർ അങ്ങനെ കൂടെ മുന്നിലും പിന്നിലും ഇരുവശത്തുമുണ്ട്. അങ്ങനെ 2025 ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവമായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ മനുഷ്യത്വം, നന്മ, സത്യം, സ്നേഹം, രാഷ്ട്രീയം, ഈ മീമാംസകളെല്ലാം ചേരുന്ന അങ്ങയുടെ ഒരു പുതിയ പുസ്തകത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ പുസ്തകം മലയാളികൾ സ്വീകരിക്കും, നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ വേദികാശംസ അറിയിക്കുന്നതിനായി കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ സാറിനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ വി അബൂബക്കർ ഖാസ്മി, മുഖ്യപ്രഭാഷണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി,
ശ്രീ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഈ പ്രഭാഷണ പരമ്പരയുടെ നടുവിൽ മലയാളം തന്നെ കൃത്യമായി അറിയാത്ത ഞാൻ എങ്ങനെ വന്നിരുന്നു എന്ന് നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും. ആ സംശയം എനിക്കുണ്ട് വാസ്തവത്തിൽ. കാരണം ഒരു നയാഗ്ര വെള്ളച്ചാട്ടവും ഒരു വിക്ടോറിയ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് ഒരു ടാപ്പ് തുറന്നാൽ എങ്ങനെയുണ്ടാവും അതുമായിരിക്കും എൻ്റെ പ്രസംഗം. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിന് മുതിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ എന്നോട് അബ്ദുൽ സമദ് സംദാനി ചോദിച്ചു എന്താണ് ഈ ഓണംപള്ളിയായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചു. സത്യത്തിൽ കുറച്ച് വേദികൾ ഞങ്ങളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാണ്ഡിത്യം തന്നെയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അതുകൊണ്ട് തന്നെ ഭാരതീയ വിദ്യാഭവൻ എന്ന സ്കൂളിലെ ചെയർമാനാണ്. അതിൽ പോലും 1-2 വേദികളിൽ ഇദ്ദേഹത്തെ ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തലപ്പാവൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് എന്താ ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാഠവും കണ്ടപ്പോൾ അവരൊക്കെ നെട്ടിപ്പോയി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലൊരു ബന്ധം. എന്നെ വിളിച്ചിട്ട് അബ്ദുൽ സമദ് സമദാനി വരുന്നുണ്ട്, ഞാൻ ഒരു പുസ്തകം ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും വരാമെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ 1-2 പ്രസംഗം അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട്. അതിന് പുറമേ നമ്മുടെ പ്രതാപൻ്റെ അമ്മ എന്ന പ്രോഗ്രാമിൻ്റെ ആ പ്രഭാഷണം കേൾക്കാത്തവരാരുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ മിഞ്ഞാന്ന് എനിക്ക് ഇൻവിറ്റേഷൻ വന്നപ്പോഴാണ് ഞാനും കൂടി വേദിയിലുണ്ട് എന്ന് അറിയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെല്ലാം ജീവിതത്തിൽ ഉയർന്നു. നമ്മുടെ ബാല്യകാലങ്ങൾ നോക്കുമ്പോൾ വളരെ ജീവിതം എല്ലാവരും ഒരു 100% ജീവിത രീതികളിലും സന്തോഷത്തിലും ഉയർന്നു എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. പക്ഷെ ഒരു കാര്യം, വയലാർ രാമവർമ്മയുടെ വരികൾ എനിക്ക് ഓർമ്മ വരികയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അതാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ 3 മതപണ്ഡിതരെയും വേദിയിലിരുത്തുന്നത് കാണാം. അവർ മതസൗഹാർദ്ദത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ആത്മഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാം, അവൻ ഏത് ജാതി ഇവൻ ഏത് ജാതി ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് അത് കൂടിക്കൂടി വരികയാണ്. അതേമാതിരി തന്നെ ഞാനൊന്നൊരു ട്രസ്റ്റ് നടത്തുന്നുണ്ട് ഇല്ലാത്തവർക്ക്. ധാരാളം മലയാളികൾ സമ്പത്ത് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാലും വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ഒന്ന് മാത്രം മതി, കിഡ്നി ഡയാലിസിസ്. എത്രയോ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആശുപത്രികളിലും 4 ഷിഫ്റ്റ് മിഡ് നൈറ്റിലൊക്കെയാണ് ടൈം കൊടുക്കുന്നത്. പുലർച്ചെ 3 മണിക്കൊക്കെയാണ് ഡയാലിസിസിന് ടൈം കൊടുക്കുന്നത്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഒരു പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 3000 രൂപ വേണം. അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത, ഒരു ദാരിദ്ര്യവും അനുഭവിക്കാത്ത, സമ്പത്ത് ധാരാളം ഉണ്ടെന്ന് തോന്നുന്ന 3 വിഷയങ്ങൾ. ഒന്ന് അമ്പലങ്ങളും പള്ളികളും മസ്ജിദുകളുമാണ്. അതിൻ്റെ പണികളും ധാരാളം നടക്കുന്നു. അതിൻ്റെ മിനുക്കുപണികളാണ് കൂടുതൽ നടക്കുന്നത്. ഇത് കാണുമ്പോൾ എവിടെയോ നമുക്ക് തെറ്റുകൾ പറ്റുന്നു എന്ന് തോന്നുകയാണ്. ഞാൻ വിദേശ രാജ്യങ്ങളൊക്കെ ധാരാളം നിങ്ങളെമാതിരി തന്നെ പോകുന്നൊരു വ്യക്തിയാണ്. ദുബായിൽ പോയാൽ അധികം പാകിസ്ഥാനി ഡ്രൈവർമാരാണ്. അവർ പോലും ഇന്ത്യ മോർ കമ്മ്യൂണൽ ഇഷ്യൂസ്, മോർ പ്രോബ്ലം, പാകിസ്ഥാൻ ഈസ് ബെറ്റർ എന്ന് പറയാവുന്ന രീതിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തമാശയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നാം ഈ പ്രഭാഷണം പറയുന്ന മാതിരി തന്നെ മുഹമ്മദ് ഫൈസിയുടെ പുസ്തകം ഞാൻ പുസ്തകം വായിക്കാറില്ല. ഈ പുസ്തകം എന്തായാലും ഞാൻ മുഴുവൻ വായിക്കും. അത് ജീവിതത്തിൽ പകർത്തണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. എവിടെയാണ് മലയാളികൾക്ക് തെറ്റുപറ്റിയെന്നുള്ളത് നാം ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ പുസ്തക പ്രസാദത്തിലും മറ്റതിലും എന്നെ വിളിച്ചതിലും നിങ്ങളുടെ ഒപ്പം കുറേ നേരം സമയം ചെലവിയാൻ സാധിച്ചതിലും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മുഹമ്മദ് ഓണംപള്ളിയായിട്ടുള്ള ബന്ധം ഇനിയും കൂടുതൽ ദൃഢമാവട്ടെ എന്ന് ജഗദീശുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വേദിക്ക് ആശംസാ ഭാഷണം നടത്തുന്നതിനായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അവറുകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു.
ആദരണീയ അധ്യക്ഷൻ ബഹുമാനായ ടി എൻ പ്രതാപൻ എം.പി, ഏറെ ബഹുമാന്യനായ പട്ടാഭിരാമൻ സ്വാമി, ഓണംപള്ളി മുഹമ്മദ് സയ്യിദ് സാഹിബ്, മറ്റ് ശിഷ്ടാതിഥികളെ, ഈ ഫോണ് ഷാർട്ടാണ്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് എൻ്റെ സംസാരം ഞാൻ നിർത്തുകയാണ്. ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദിനെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞതുപോലെ നിയമപരമായ ഭരണഘടനാപരമായ പല വിഷയങ്ങളിലും ശക്തമായ ഇടപെടലുകളും നിലപാടുകളും എടുക്കുന്ന ഓണംപള്ളി മുഹമ്മദ് ഫൈസി അദ്ദേഹത്തോടൊപ്പം പല വിഷയങ്ങളിലും ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മതേതരത്വം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണോ, ഒരു കോൺസെപ്റ്റാണോ, ഒരവകാശമാണോ, അതോ ഒരു ഉത്തരവാദിത്വമാണോ എന്ന ചോദ്യം. ഞങ്ങൾ അവസാനം കൺക്ലൂഡ് ചെയ്തു മതേതരത്വം എന്നത് ഒരു ഉത്തരവാദിത്വമാണ്, അവകാശത്തെക്കാൾ ഉപരി. ഒരു മുസ്ലിമിന് ബാങ്ക് വിളിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് മുസ്ലിം പറയലല്ല മതേതരത്വം. ഒരു മുസ്ലിമിന് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട് എന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും പറയുന്നതാണ് അവകാശം, മതേതരത്വം. ഒരു ഹിന്ദു സഹോദരന് പൂജ നടത്താനും അവൻ്റെ പ്രാർത്ഥന നടത്താനും അവകാശമുണ്ട്, അത് നടപ്പാക്കി കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്നുള്ള മുസ്ലിമിൻ്റെ ബോധമാണ് മതേതരത്വം. ഒരു ക്രിസ്തീയ സമുദായത്തിന് കുർബാന നടത്താനും അവരുടെ പെരുന്നാളും പ്രദക്ഷിണവും നടത്താനുമുള്ള അവകാശമുണ്ടെന്നും അതിൽ തടസ്സം നിൽക്കുന്നവരെ മാറ്റി നിർത്തൽ എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധമാണ് മതേതരത്വം. ആ മതേതരത്തെ ഒരു ഉത്തരവാദിത്വമായി കാണേണ്ടതുണ്ട്, അതിനെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട്, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കൽ നമ്മുടെ ജീവിത ലക്ഷ്യമാകട്ടെ. ഓണംപള്ളി ഉസ്താദുമായി സംസാരിക്കുമ്പോൾ ഇത്തരം പുസ്തകങ്ങളൊന്നും ഞാൻ പറയുന്നത് പല പല പ്രഭാഷണങ്ങളിൽ നിന്നും വരുന്ന ഞാൻ ചെറുതായിട്ട് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എവിടെ എത്തിയിട്ടില്ല. ഇത്രയും ഒരു കട്ടിക്ക് എഴുതാനും മാത്രം സംസാരിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് ഡിസമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ കൃതികൾ വരട്ടെ. ഈ കൃതിക്ക് എല്ലാവിധ ആശംസകളും ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ മറ്റൊരു പ്രകാശനം കൂടി നടക്കുന്നു. ബഹുമാനപ്പെട്ട അസാസ് അധ്യാപകൻ ഉസ്താദ് മുഹമ്മദ് ഷാഫി വാഫി മാലിക്കി സിലബസിലേക്ക് പുതുതായി ഡിസൈൻ ചെയ്ത കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വേദിയിൽ പ്രകാശിതമാകുന്നു. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ കാസിം അവറുകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിൽ ആശംസാ ഭാഷണത്തിനായി മുൻ കേരള സാഹിത്യ അക്കാദമി ജനറൽ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ അവരെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയരെ, പ്രിയമുള്ളവരെ, ദീർഘവും വിജ്ഞേയവുമായ ഒരു പ്രഭാഷണം ഇത്തരം ഘട്ടത്തിൽ ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഔചിത്യബോധം ഞാൻ സൂക്ഷിക്കുന്നു. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന ഈ ശ്രദ്ധേയമായ ഗ്രന്ഥം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ വായിച്ചു തീർത്തത്. പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പുസ്തകം എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ അനേകം ആശയപരമായ മേന്മകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഇത് എന്ന് ഞാൻ വളരെ കുറുക്കി പറഞ്ഞു കൊള്ളട്ടെ. സാഹിത്യത്തിൽ പറയും എവരി ഗ്രേറ്റ് റൈറ്റർ ബ്രിങ്സ് എ ന്യൂ എലിമെൻറ്റ് ദാറ്റ് ഹിംസെൽഫ് എന്ന്. വളരെ പ്രശസ്തനായ മറ്റൊരു സാഹിത്യകാരൻ്റെ ഒരു പ്രസിദ്ധമായ വാക്യമാണ് ഈ പുസ്തകത്തെ സ്പർശിക്കുമ്പോൾ നിങ്ങളൊരു മനുഷ്യനെയായി സ്പർശിക്കുന്നതെന്ന്. അഡ്സൺ എന്ന പണ്ഡിതനും വാൾട്ട് വിറ്റ്മാൻ എന്ന കവിയും പറയുന്ന ആശയം അർത്ഥദീപ്തമാക്കുമാറ്
ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന ഈ ഗ്രന്ഥം വായിച്ചു തീർക്കുമ്പോൾ തീർച്ചയായും നമ്മൾ സ്പർശിക്കുന്നത്, നമ്മൾ മനസ്സാ വന്ദിക്കുന്നത്, നമ്മൾ ഏറെ പ്രശംസാതുല്യമായ വാക്കുകളോട് നോക്കിക്കാണുന്നത് എൻ്റെ സുഹൃത്ത് ഓണംപള്ളി മുഹമ്മദ് ഫൈസിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ നന്മ, അദ്ദേഹത്തിൻ്റെ വിജ്ഞാന പ്രേമം, കലർപ്പില്ലാത്ത മനുഷ്യ സ്നേഹം, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു പുസ്തകമാണ് ജെൻഡർ യുക്തി ശാസ്ത്രമെന്ന്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വലിയ ആശയങ്ങളെക്കുറിച്ച്, ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും നന്മകളുടെയും ജീവിതവിശുദ്ധിയുടെയും ചക്രവാളങ്ങൾ വ്യക്തമാക്കുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നതാണ്. സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെ, ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവിനെ പോലെ ഒക്കെയുള്ള വലിയ ശാസ്ത്രജ്ഞന്മാർ, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ തുടങ്ങി ഋഗ്വേദം, ഗീതയുടെ ശങ്കരഭാഷ്യം, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുകൾ, ബൈബിൾ, ഖുറാൻ, ഇതെല്ലാം ഒന്നിച്ച് ആത്മവത്തയുടെ അംശമാക്കിയ ഒരു വ്യക്തിയുടെ സ്വരമാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ കേൾക്കുന്നത്. 10 ലേഖനങ്ങളിലൂടെ 83 പേജുള്ള ഈ പുസ്തകത്തിൽ അനേകം ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും നന്മകളുടെയും ഗംഗാപ്രവാഹമാണ് കാണുന്നത് എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു കൊള്ളട്ടെ. ആ രീതിയിലൊക്കെ തന്നെ അതിൻ്റെ മനോഹരമായ ഭാഷ, ആശയങ്ങളെ അടുക്കം ചെട്ടിയായി പറയുന്നതില്ല മേന്മ, സമസ്ത മാനുഷികത്തെ പറ്റിയുള്ള ബോധം, വിവിധ മതങ്ങളെ സമന്വയിപ്പിക്കുന്ന തത്വങ്ങൾ, ഇതൊക്കെ വളരെ ഭംഗിയായി മണിക്കൂറോളം പറയാവുന്ന രീതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ജെൻഡർ യുക്തി ആൻഡ് ശാസ്ത്രമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് ഒതുക്കി പറഞ്ഞുകൊള്ളാം. ലോകത്തിലെ ഏറ്റവും അധികം ബുദ്ധിമാന്മാരുണ്ടായ നൂറ്റാണ്ട് എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടാണ്. നമുക്കറിയാം 16-ാം നൂറ്റാണ്ട് മുതൽ ശാസ്ത്രത്തിൻ്റെ അജയ്യമായ വളർച്ചയുണ്ടായി. കോപ്പർനിക്കസ്, ഗലീലിയോ, 1543 കോപ്പർനിക്കസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, പിന്നെ ഗലീലിയോ, അങ്ങനെ വന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ ശാസ്ത്രത്തിന് വലിയ അഹന്തയുണ്ടായി. ഐ ആം ദി മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദി ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ എന്ന് ശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് പ്രഖ്യാപിച്ചൊരു കാലം. ശാസ്ത്രത്തെ കൊണ്ട് പ്രപഞ്ചത്തെ ഇട്ട് അമ്മാനമാടാം എന്ന് കരുതിയിരുന്നൊരു കാലം. ആ കാലത്ത് നിന്ന് കഴിഞ്ഞ് ഈ യുക്തി എന്ന് പറയുന്നത്, റീസൺ എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ചിന്തകന്മാർ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് 18-ാം നൂറ്റാണ്ട് ഏജ് ഓഫ് റീസൺ, ഏജ് ഓഫ് റൂസോ, ഏജ് ഓഫ് വോൾട്ടയർ എന്നൊക്കെയാണ് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, ഞാൻ പറഞ്ഞു വരുന്നത് 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിന് വലിയ അഹന്തയുണ്ടായിരുന്നു. ഈ ശാസ്ത്രം കൊണ്ട് എല്ലാ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളും അറിയാമെന്ന തോന്നലുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഈ അഹന്ത പോയി. ഉദാഹരണം ഒരുപാട് പുസ്തകങ്ങൾ പറയാം. ദ മിസ്റ്റീരിയസ് യൂണിവേഴ്സ്, ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, ദ മാൻ അൺനോൺ, ക്രൈസിസ് ഇൻ ഫിസിക്സ്, ഫിസിക്സ് ആൻഡ് ഫിലോസഫി തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ. ഇതിൽ മിക്ക ഗ്രന്ഥങ്ങളും നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞന്മാരുടെ ഗ്രന്ഥങ്ങളാണ്. ശാസ്ത്രം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന മനോഭാവം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നെ മതവും ശാസ്ത്രവും തമ്മിലുള്ള ഡയലോഗിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പ്രധാനമായി ഓർക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് റിക്കവറി ഓഫ് ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത് വിശ്വാസത്തിലേക്ക് വീണ്ടും എന്ന പേരിൽ എൻ്റെ ഗുരുനാഥനായ സാനുമാഷ് അത് തർജ്ജമ എടുത്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറയുമ്പോൾ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ യുക്തിയെക്കുറിച്ചാണ് വലിയ ദാർശനികം കൂടിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതുന്നത്. ആ രീതിയിൽ പുതിയ അതുപോലെ ജെൻഡറിൻ്റെ പ്രശ്നങ്ങൾ, ലിംഗനീതിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ മേന്മകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വാല്യൂസിൽ ഊന്നിക്കൊണ്ട്, നന്മയിൽ ഊന്നിക്കൊണ്ട്, മനുഷ്യസ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിപാദിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമാണ് ഇതെന്നുള്ളത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കുള്ളൊരു പരാതി കൂടി പറയണമല്ലോ. കാരണം അദ്ദേഹം സംസ്കൃതം, ഉപനിഷത്തും ശങ്കരഭാഷ്യവും ഒക്കെ വായിച്ച് പഠിച്ച ഒരാളെന്ന നിലയിൽ ഖുറാനും
ബൈബിളും ഒക്കെ വായിച്ചു പഠിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പലതും സൂക്തങ്ങളുടെ മട്ടിലാണ്. അതിന് ഭാഷ്യമുണ്ടാകാവുന്ന രീതിയിൽ, അതിനെ വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ അനേകം വിവരണങ്ങളും അനേകം ഗ്രന്ഥങ്ങൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അനേകം ഗ്രന്ഥങ്ങളെയും പഠനങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദീകരിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ സെക്കൻഡ് സെക്സ് പോലെയുള്ള പുസ്തകങ്ങൾ, ഫ്രോയിഡിൻ്റെയും അഡ്ലറുടെയും എറിക് ഫ്രോമിൻ്റെയൊക്കെ ആശയങ്ങൾ ഏറ്റവും ആധുനിക കാലഘട്ടത്തിലെ വലിയ മനഃശാസ്ത്രജ്ഞന്മാരെയും പണ്ഡിതന്മാരെയും സോഷ്യോളജിസ്റ്റുകളെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ ഉപജീവിച്ച് വിശദമാക്കാവുന്ന രീതിയിലുള്ള അനേകം ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇതെന്നും പ്രതാപൻ സൂചിപ്പിച്ച പോലെ ഇനിയും ഇത്ര അനേകം നല്ല ഗ്രന്ഥങ്ങൾ രചിക്കാനും കലർപ്പില്ലാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ തിരുവെഴുത്തുകളായി തൻ്റെ കൃതികളെ മാറ്റാനും സമസ്ത മാനുഷികത്തിനും വേണ്ട നന്മകളും പ്രചോദനങ്ങളും നൽകാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റസ്സൽ പറയും, എന്താ നല്ല ജീവിതം? ബർട്രൻഡ് റസ്സൽ, നോബൽ സമ്മാനം കിട്ടിയ ഫിലോസഫറായ ബർട്രൻഡ് റസ്സൽ സ്റ്റോറി ഓഫ് സിവിലൈസേഷനും റോഡ് ടു ഫ്രീഡവും കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ്സും ഒക്കെ എഴുതിയ റസ്സൽ പറയുന്നുണ്ടത് എ ലൈഫ് ഇൻസ്പയർഡ് ബൈ ലവ് ആൻഡ് ഗൈഡഡ് ബൈ നോളജ്. സ്നേഹത്താൽ പ്രചോദിതവും ജ്ഞാനത്താൽ നിയന്ത്രിതവുമായ ജീവിതമാണ് നല്ല ജീവിതം. ആ ജീവിതം ഇനിയും നയിക്കാനും അനേകം അമൂല്യ ഗ്രന്ഥങ്ങൾ എഴുതാനും എൻ്റെ ബഹുമാന്യ സുഹൃത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തൃശൂർ ജില്ലാ SMF പ്രസിഡന്റ് AV അബൂബക്കർ കാസിമി അവറുകൾ ഈ വേദിക്ക് ആശംസകൾ അറിയിക്കുന്നു. വേദിയുടെ അധ്യക്ഷനും കൂടിയായ AV അബൂബക്കർ കാസിമി അവറുകളെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയ സഹോദരന്മാർക്ക് എല്ലാ അഭിവാദ്യങ്ങളും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ വ്യത്യസ്തമായ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ നാം ഇന്ന് ഒരുമിച്ചുകൂടി. അനന്യസാധാരണമായ സ്നേഹബന്ധം നിലനിർത്തുന്നതിൽ വളരെ സൂക്ഷ്മത പുലർത്തുന്ന ബഹുന്യ വ്യക്തിത്വം ഓണംപള്ളി മുഹമ്മദ് ഫൈദിയുടെ വളരെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥപ്രകാശന ചടങ്ങിലാണ് നമ്മളിന്നുള്ളത്. വളരെ ശ്രദ്ധേയമായ പല വ്യക്തിത്വങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ സംവാദത്തിനെ പുസ്തക രൂപത്തിലാക്കി അതിനെ ഒരു ക്യാപ്സൂളാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പൊതുജനങ്ങളുടെ സമക്ഷം സമർപ്പിക്കുവാനുള്ള വളരെ വ്യക്തമായ രൂപവും എന്നാൽ അതിനുള്ള ആ അവകാശവും അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പരിത്രാണയ സാധുനാം വിനാശയ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥയ സംഭവാമി യുഗേ യുഗേ. കാലികമായിട്ട് എല്ലാവരും ഓരോ കാലഘട്ടത്തിലും നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളത്, അതല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ ആ നന്മയുടെ ചിറകിൽ കയറി കൊണ്ട് പോകുന്ന ഒരു നല്ല സ്വഭാവം പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് ഓണംപള്ളി മുഹമ്മദ് ഫൈദിയിലുണ്ട്. അള്ളാഹു അത് നിലനിർത്തട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ വിജ്ഞാനങ്ങൾക്കും തീർച്ചയായും നമ്മളും കൂടെ സാക്ഷിയാവുന്ന ഈ നല്ല നിമിഷത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുതിർന്ന പത്രപ്രവർത്തകൻ എഴുത്തുകാരനുമായ MP സുരേന്ദ്രൻ സാർ ഈ വേദിക്ക് ആശംസകൾ അറിയിക്കുന്നു. ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ഈ ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന ഈ പുസ്തകം ഒരു 3 ദിവസം മുമ്പാണ് എനിക്ക് കുട്ടികൾ കൊണ്ടുവന്ന് തന്നത്. ഞാനത് പിറ്റേന്ന് തന്നെ ഞാനത് വായിക്കാൻ തുടങ്ങിയിരുന്നു. ഓണംപള്ളി
അനേക വർഷങ്ങളിലൂടെ എന്നിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിത്വമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് മാതൃഭൂമിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം എല്ലാ ആളുകളുടെയും അഭിനന്ദനത്തിന് വഴിതെളിയിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ വാഗ്മിത, അദ്ദേഹത്തിൻ്റെ ചരിത്രബോധം, അദ്ദേഹത്തിൻ്റെ ലോകദർശനം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഒരു ചെറിയ പുസ്തകം അദ്ദേഹം തയ്യാറാക്കിയെന്നാണ് പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പുസ്തകത്തിന് അനേകം, ഇവിടെ നേരത്തെ കൃഷ്ണൻ നായർ മാഷ് പറഞ്ഞ പോലെ തന്നെ അനേകം വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അത് പണ്ഡിതന്മാരുടെ അന്തർലീനമായിട്ടുള്ളൊരു പാണ്ഡിത്യത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ശ്രീനാരായണ ഗുരു ദൈവദശകം എന്ന് പറയുന്ന ഒരു വന്ദനം, ഒരു ലോകവന്ദനം നടത്തിയത് വെറും 10 ശ്ലോകങ്ങൾ കൊണ്ടാണ്. 10 ശ്ലോകങ്ങളെ അതിലുള്ളൂ. അപ്പം ഈ 10 ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ 10 ശ്ലോകങ്ങളിലും അന്തർലീനമായിട്ടുള്ള ഒരു വലിയ ജ്ഞാനത്തിൻ്റെ ഒരു പ്രഭാവലയം അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വ്യക്തമാവും. പക്ഷെ എനിക്കത് ആദ്യഘട്ടത്തിലൊന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ ഉത്തരകാശിയിൽ പോയി അവിടെ കൈലാസാശ്രമത്തിലെ ഒരു സന്യാസിയെ, മലയാളിയായ സന്യാസിയെ, 93 വയസ്സുള്ളൊരു സന്യാസിയെ, 13ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് നമ്മുടെ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഒറ്റയ്ക്ക് പുറപ്പെട്ട് 19ാമത്തെ വയസ്സിൽ മാത്രം ഹിമാലയത്തിലെത്തി ഒരു സന്യാസിയാണ് അദ്ദേഹം. കാശികാനന്ദ മഹാരാജ്. 5 കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പം അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ ഈ ഉപനിഷത്തിനെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾ ഉപനിഷത്തിൻ്റെ ഏറ്റവും ജ്ഞാനികളായിട്ടുള്ള ആളുകളെ നമ്മൾ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. നിങ്ങളുടെ നാട്ടിലൊരു ശ്രീനാരായണ ഗുരു ഉണ്ടല്ലോ, അദ്ദേഹം എൻ്റെയും ഗുരുവാണ്. അദ്ദേഹം എൻ്റെ ഗുരു മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയുടെയും ഗുരുവാണ്. ആ ഇന്ത്യയുടെ ഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരു വെറും 10 ശ്ലോകങ്ങളിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദൈവ ദശകം എന്ന ആ ചെറിയ പുസ്തകം, ആ ചെറിയ പ്രാർത്ഥനാ പുസ്തകം മാണ്ഡൂക്യോപനിഷത്തിൻ്റെ സത്തയെ അങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു വലിയ സൂക്തമാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം ഒരു വിദ്വാനായ ഒരു പണ്ഡിതൻ, ഒരു മഹാപണ്ഡിതൻ തൻ്റെ ദർശനത്തിലൂടെ താൻ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മഹത്തായിട്ടുള്ള ജ്ഞാനത്തെ ഏറ്റവും ചെറിയ തോതിൽ അതിനെ സമൃദ്ധമാക്കി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സാഹിത്യവിദ്യയാണ്, ഒരു കലാവിദ്യയാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തത്, ശാസ്ത്രവും മതവും തമ്മിലുള്ളൊരു പാരസ്പര്യത്തിനെ കുറിച്ച് ഇതിൽ വളരെ കൃത്യമായിട്ട് ഇതിൽ ഉപദർശിച്ചിട്ടുണ്ട്. എവിടെ നിൽക്കുന്നു ശാസ്ത്രം, എവിടെ നിൽക്കുന്നു മതം എന്നുള്ളത് കൃത്യമായിട്ട് പറയാണ്. ഞാൻ ചോദിക്കുകയാണ്, പണ്ഡിറ്റ്ജി ഒരു മത അനുയായി ആയിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും മതത്തെ അനുസന്ധാനം ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം മതവിദ്വേഷിയായിട്ടില്ല. ഒരിക്കലും അദ്ദേഹം മതവിദ്വേഷത്തിലേക്ക് പോയിട്ടില്ല. താൻ ഒരു മതവിശ്വാസി അല്ല എന്നുള്ള കാര്യം അദ്ദേഹം എല്ലായിടത്തും പറയുന്നുണ്ട്. കാരണം പുരാണങ്ങളെ ശാസ്ത്രമാക്കുകയും, നമ്മുടെ ഇന്നത്തെ കാലത്ത് പുരാണങ്ങളെ ശാസ്ത്രമാക്കുകയും ശാസ്ത്രത്തെ പുരാണമാക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ കാലത്ത്, ഈ വർത്തമാനകാലത്ത് നെഹ്റു 59 പറഞ്ഞ ആ ഒരൊറ്റ വാചകം മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത്
അദ്ദേഹം ബക്രാനങ്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഈ ബക്രാനങ്കൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ജലം ഇങ്ങനെ നിരന്തരമായിട്ട് ആ ജലപ്രവാഹം കണ്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പോയി അദ്ദേഹം 2 കൈയും വെച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ഇതാ എൻ്റെ ഭാരത മാതാവ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് എൻ്റെ ഭാരത മാതാവിന് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും മധുരോധാരമായി ഞാൻ നൽകുന്നൊരു മകൻ നൽകുന്ന സമ്മാനമെന്ന് അദ്ദേഹം പറയണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ആ ഭാരത മാതാവിനെ, ആ അമ്മയെ അദ്ദേഹം ഇന്ത്യയുടെ ആ വലിയ ഭൂപടത്തിൻ്റെ ഉള്ളിലെ മഹത്തായിട്ടുള്ള ആ ശക്തിയെ അദ്ദേഹം അവതരിപ്പിച്ചതും നിർവചിച്ചതും ഈ ഭാരതമാതാവ് എന്നുള്ള പേരിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതേ ഭാരതമാതാവിനെ തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസും പറഞ്ഞത്. സുഭാഷ് ചന്ദ്രബോസ് 19 വയസ്സുള്ള ഒരു ഉമ്മയുടെ മകനെ INA-യിൽ കൊണ്ടുപോയി ചേർത്ത് ബർമ്മയിൽ യുദ്ധം ചെയ്യുമ്പോൾ ആ 19 വയസ്സുകാരൻ ഷാനവാസ് ഖാൻ അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത് ആ യുദ്ധത്തിൽ. 1 മാസത്തിന് ശേഷം കൽക്കത്തയിൽ വന്നിട്ട് ഈ INA ഭടന്മാരുടെ സമ്മേളനത്തിലേക്ക് ആ ഉമ്മയെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചേർത്ത് നിർത്തിയിട്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഇതാണ് എൻ്റെ ഭാരതമാതാവ്, ഇതാണ് എൻ്റെ ഭാരതമാതാവ്. കാരണം ലോകത്ത് ഒരു മകനെയും ഒരമ്മ ഇതുപോലെ സ്നേഹിച്ച് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ലോകത്തൊരു ഉമ്മയും ഏക മകനെ തൻ്റെ ജീവിതത്തിൻ്റെ ഏക ശക്തിയായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട് ഏകനായിട്ട് മാത്രം തനിക്ക് തൻ്റെ ജീവിതകാലത്ത് മുഴുവൻ തുണ നൽകേണ്ട മകനെ കൊടുത്തിട്ട് ആ മകൻ ഒരു പടക്കളത്തിൽ വെച്ച് ഒരു അഭിമന്യുവിനെ പോലെ വീരമൃത്യു വരിച്ചിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ നിസ്സഹായനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് എന്നെ സമാശ്വസിപ്പിച്ച ആ അമ്മയാണ് എൻ്റെ ഭാരതമാതാവ് എന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിലുള്ള ഭാരത മാതാവിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. ഈ സങ്കല്പത്തെ, ഈ ഇന്ത്യയുടെ ഈ ഇഴപിരിയാത്ത ഈ സൗഹാർദ്ദത്തിൻ്റെ ഈ സങ്കല്പത്തെ, മതത്തിൻ്റെ ഈ സമന്വയ സിദ്ധാന്തത്തെ, മതത്തിൻ്റെ ഈ വലിയ അതിർവരമ്പുകളില്ലാത്ത ഈ സ്നേഹത്തെ എല്ലാം ഈ കൊച്ചു പുസ്തകത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് മതത്തിനോട് കൂടെ നടക്കുന്ന ഒരു സഹയാത്രികനായിട്ട് മാറുകയാണ്. ആ സഹയാത്രികത്വം ആണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് വരിക. ഒരേ സമയം ഈ ശാസ്ത്രം നിങ്ങൾക്ക് അത് നശ്വരവും അനശ്വരമായി തീരുന്ന അനേകം ചരിത്രസന്ധികളുണ്ട്. ഈ ശാസ്ത്രം കൊണ്ടാണല്ലോ ഇന്ന് ന്യൂക്ലിയർ വെപ്പണുകൾ അന്വേഷിക്കാൻ, ഈ ന്യൂക്ലിയർ വെപ്പണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ തന്നെ, അത് കൃത്യമായിട്ട് അത് രൂപകൽപ്പന ചെയ്ത രാജ്യങ്ങൾ തന്നെ അതില്ലാത്ത രാജ്യങ്ങളുടെ മേൽ കുറ്റം ചുമത്തി ആക്രമിക്കാൻ മുഴുകുന്ന ഒരു യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ആ ദുരൂഹമായിട്ടുള്ള അതിൻ്റെ അനശ്വരതയില്ലാത്ത ആ സൈദ്ധാന്തികമായ ആ വലിയ കാപാലികതയെ നമ്മൾ അവിടെ കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ഗാസയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവിടെ ജീവിച്ചിരിക്കുന്ന കുട്ടികളെക്കാൾ ഭാഗ്യവാന്മാർ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്ന് ഞാൻ പറയും. അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആണ്, മരിച്ചുപോയ കുട്ടികളാണെന്ന് പറയും അവിടെ. കാരണം മരിച്ചുപോയ കുട്ടികൾ ഈ ഭൂമിയിൽ അവർ മാലാഖമാരായിട്ട് ഭൂമിക്ക് തന്നെ സ്വപ്നങ്ങളായിട്ട് മാറിപ്പോകുന്ന കുട്ടികളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന 20,000 കുട്ടികൾക്ക് ഉമ്മയുമില്ല, പാപ്പയുമില്ല, അല്ലെങ്കിൽ അച്ഛനുമില്ല, അമ്മയുമില്ല. അത് കൊണ്ടുവന്നതും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും കാപാലികമായിട്ടുള്ള കൈകൊണ്ടാണ്. അപ്പോൾ ഈ 2 ശാസ്ത്രത്തിൻ്റെ ഈ യുക്തിയെയും അതിൻ്റെ സംഹാരശേഷിയെയും അതിൻ്റെ സൃഷ്ടിയുടെ ശേഷിയെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് ശാസ്ത്രവും മതവും തമ്മിലുള്ള ആ സഹവർത്തിത്വത്തെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നത്. ഇത് കഴിയുന്നത്ര ഈ പുസ്തകം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പുസ്തകത്തിനെക്കുറിച്ച്, ഇതിലെ ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് പുസ്തകത്തിൽ പറയുന്ന നമ്മുടെ ഈ എന്താണ്
അതിൽ ഈ ലിംഗനീതിയെക്കുറിച്ചുള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതലായിട്ട് പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഈ വൈകിയ വേളയിൽ ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ പുസ്തകം രചിച്ച ഓണംപിള്ളിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം കൂടുതൽ പുസ്തകങ്ങൾ എഴുതട്ടെ. പ്രത്യേകിച്ചും അത്തരം പുസ്തകങ്ങൾ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ, ഭാരതത്തിന് തന്നെ ആവശ്യമുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഈ മനുഷ്യവംശത്തെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ വിശ്വാസികളുടെ ഒരു വലിയ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു അണിയിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം ഇനിയും കൂടുതൽ നമ്മുടെ നാടിനെ, നമ്മുടെ ജനതയെ പ്രബുദ്ധരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ് വേദികാശംസകൾ അറിയിക്കുന്നു. ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മുഹമ്മദ് ഫൈസാറിനെ പ്രമാണിച്ച് ഞങ്ങളുടെ ചേംബറായിട്ട് വളരെയധികം അടുത്ത ബന്ധമാണ്, വളരെ സൗഹൃദ ബന്ധമാണ്. ഏതൊരു പരിപാടിക്കും ഞങ്ങൾ ക്ഷണിച്ച ആൾ വരാണ്ട് പോവില്ല. അപ്പം ആ ഒരു പുസ്തക പ്രകാശത്തിന് എന്തായാലും പങ്കെടുക്കണമെന്ന് ചേംബറിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് ഈ ജെൻഡർ പുസ്തകത്തിന് എല്ലാ വക ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഉസ്താദ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയുടെ ജെൻഡർ യുക്തിശാസ്ത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത് ബുക്ക് പ്ലസ് പബ്ലിക്കേഷൻസ് ആണ്. ബുക്ക് പ്ലസ് പ്രതിനിധി ഷമീർ ഹുദവി അണ്ടത്തോട് ഈ വേദിക്ക് ആശംസകൾ അറിയിക്കുന്നു. ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സായാഹ്നം ധന്യമായിരിക്കുകയാണ്. പ്രൗഢമായ, പ്രസക്തമായ, ചന്തമുള്ള ഒരുപാട് ചിന്തകളും വിചാരപ്പെടലുകളും പറഞ്ഞ പങ്കുവച്ച ഒരു സദസ്സാണിത്. ജെൻഡർ യുക്തിശാസ്ത്രമെന്ന ഗ്രന്ഥം വായനാലോകത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ പ്രസാധകരെന്ന നിലയിൽ ബുക്ക് പ്ലസിന് അവാജ്യമായ ചാരിതാർത്ഥ്യമുണ്ട്, അനൽപമായ അഭിമാനമുണ്ട്. ഗ്രന്ഥകാരൻ പ്രിയപ്പെട്ട ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അവറുകൾ ആശയ സംവേദനങ്ങളിൽ വലിയ സഹൃദയത്വം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അകറ്റലുകൾക്ക് എളുപ്പവും അടുപ്പിക്കലുകൾക്ക് വലിയ പ്രയാസവുമുള്ള സാമൂഹിക സാഹചര്യത്തിൽ അനുവാചകരെ തണുപ്പിക്കുന്ന, അവരുടെ മനസ്സിൽ കുളിര് പകർത്തുന്ന വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രന്ഥകാരൻ. ബുക്ക് പ്ലസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ വായനക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ പ്രധാനമായി വലിയ നന്മകളെ കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഈ പറഞ്ഞ ജെൻഡർ, യുക്തി, ശാസ്ത്രം എന്നീ സൂചകങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, സംബോധന ചെയ്യുന്നുണ്ട്. സമദാനി സാഹിബ് പറഞ്ഞ പോലെ ഇതിനെയെല്ലാം വിദ്വേഷം പടർത്താനുള്ള ആയുധങ്ങളായി, ടൂളുകളായി ഉപയോഗിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. ഇവിടെ ഇതിനെ ആസ്പദിച്ചുള്ള വിവാദങ്ങളെ, വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ അംശം കൂടെ ചേർത്ത് വെച്ചിട്ടാണ്. അതായത് ഈ ഉദാഹരണത്തിന് പറഞ്ഞാൽ ലിംഗനിരപേക്ഷത, ജെൻഡർ ന്യൂട്രാലിറ്റി, ഇവയൊക്കെ ഒരു അപകടകരമായ സാമൂഹിക പ്രശ്നമായിട്ടാണ് ഈ പുസ്തകം വിലയിരുത്തുന്നത്. ഒറ്റ ഉദാഹരണം ചേർത്ത് വെക്കപ്പെടുന്നത് ലിംഗനിരപേക്ഷതയെ പ്രോത്സാഹിപ്പിച്ച യൂറോപ്യൻ നാടുകളിലെ കൗമാരങ്ങൾക്ക് ജെൻഡർ ഡിസ്ഫോറിയ പോലുള്ള ലിംഗപരവും അസ്തിത്വപരവുമായ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിഷയങ്ങളെയൊക്കെ ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മനോഹരമായൊരു പുസ്തകം വായനക്കാർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ വാക്കുകളിൽ രേഖപ്പെടുത്തുകയാണ്. ബുക്ക് പ്ലസ് പ്രസാധന രംഗത്ത് അഭിമാനകരമായ, ഒട്ടും അതിശയോക്തിയില്ലാതെ പറയുകയാണ്, 8ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. 400-ൽ പരം ടൈറ്റിലുകൾ ബുക്ക് പ്ലസ് ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന രചനകൾ ബുക്ക് പ്ലസിലൂടെ വെളിച്ചം കണ്ടിട്ടുണ്ട്. പ്രിയങ്കരനായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അവറുകൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും എല്ലാ ഭാവുകങ്ങളും നേർന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ നന്മയോട് കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ച് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ പ്രകാശിതമായ പുസ്തകത്തിന്റെ വിഷയക്രമീകരണം, രചന തുടങ്ങി എല്ലാ മേഖലകളിലും വിദ്യാർത്ഥി യൂണിയനോടൊപ്പം 1 വർഷത്തോളം പ്രയത്നിച്ച എഴുത്തുകാരനും അസാസ് അധ്യാപകനുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്ക് ഹുദവി ഉസ്താദ് ഈ വേദിക്ക് ആശംസകൾ അറിയിക്കുന്നു. ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വൈകിയ വേളയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ സ്റ്റുഡൻസ് യൂണിയൻ്റെ കൂടെ ഈ ഒരു പുസ്തകം കൂടെ നിന്ന് ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഓണംപള്ളി ഉസ്താദിനെ പോലെ ഒരു വലിയ പ്രതിഭയെ ഒരു പ്രസംഗത്തിൽ മാത്രം ഒതുക്കാതെ സമൂഹത്തിന് മറ്റുള്ള അനുവാചകർക്ക് ലഭിക്കണമെന്ന് ഒന്നുകൂടി ഉസ്താദിനെ മുൻനിർത്തി ഈ ഒരു സദസ്സിനെ ഒന്നുകൂടി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അനുരാഗം ഒക്കെ ഉസ്താദ് പല വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളുണ്ടെന്ന്, ഗഹനമായ പ്രഭാഷണങ്ങളുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇനിയും ഉസ്താദിൽ നിന്ന് ഒരുപാട് രചനകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉസ്താദ് നേരത്തെ എഴുതി വെച്ച അല്ലെങ്കിൽ നേരത്തെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള അത് ക്രമീകരിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് പുസ്തകം നമുക്ക് പുറത്തിറക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും ഈ വേദിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനയായ അസാ സ്റ്റുഡൻസ് ഫെഡറേഷൻ സെക്രട്ടറി കമറുദ്ദീൻ NCA സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലും സാന്നിധ്യമറിയിച്ച പ്രഗത്ഭരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അധ്യാപകർ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം നിറസാന്നിധ്യങ്ങൾ അറിയിച്ച പ്രശസ്തരായ മനുഷ്യരെല്ലാം അടങ്ങിയ ഒരു വേദിയിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അഭിവന്ദ്യനായ ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകളുടെ നീണ്ട ഗഹനമാർന്ന ചിന്താദീപമായ ഉസ്താദിൻ്റെ ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന പുസ്തകം ഇവിടെ പ്രകാശിതമായിരിക്കുകയാണ്. വളരെ സമകാലിക വിഷയങ്ങളെയും മറ്റും ആസ്പദമാക്കിക്കൊണ്ടാണ് ഉസ്താദ് നമ്മളിലേക്ക് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്നിൽ ഇവിടെ അർപ്പിതമായ കർത്തവ്യം ഈ വേദിക്ക് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഈ വേദിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്ത കേരളത്തിലെ പ്രഗത്ഭനായ പ്രഭാഷകനും ചിന്തകനും ലോക്സഭാ സാമാജികനുമായ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തിന് നമ്മുടെ സ്ഥാപനത്തിൻ്റെയും വിദ്യാർത്ഥി സംഘടനയായ അസാ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെയും അഗീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടിയിൽ സംബന്ധിച്ച നമ്മുടെ എല്ലാമായ നമ്മുടെ തൃശ്ശൂരുകാരനും മുൻ MP-യുമായ TN പ്രതാപൻ സാർ അവറുകൾ, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ സാന്നിധ്യമറിയിച്ച മുൻ കേരള സാഹിത്യ അക്കാദമി ജനറൽ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ സാർ അവറുകൾ, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ സാർ, മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ MP സുരേന്ദ്രൻ സാർ, ക്രിസ്ത്യൻ ഗവേഷണ പഠന കേന്ദ്രം ഡയറക്ടർ ഫാദർ പോൾ പുളിക്കൽ സാർ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CA റഷീദ് സാഹിബ്, ബുക്ക് പ്ലസ് പ്രതിനിധി ഷമീർ ഹുദവി അണ്ടത്തോട് തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരടങ്ങിയ ഈ വേദിയിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ഖിറാഅത്ത് കൊണ്ട് ധന്യമാക്കിയ അസാസ് വിദ്യാർത്ഥി മുഹമ്മദ് സ്വബാഹ്, സ്വാഗത ഭാഷണം നിർവഹിച്ച PG വിദ്യാർത്ഥി മുഹമ്മദ് അബൂബക്കർ T, നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച ബഹുമാനായ തൃശൂർ ജില്ലാ SMF സെക്രട്ടറി AV അബൂബക്കർ കാസിമി, നമ്മുടെ ഓതർ സ്റ്റോക്കിന് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനം നിറഞ്ഞ ഓണംപള്ളി ഉസ്താദിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.